हरे कृष्णा सर्वम कृष्णार्पणमस्तु प्रभुपाद की जय गुरु महाराज की जय രാധാ പവനപുരേഷൻ की जय ഗുരുവായൂർ മഞ്ജരീസിൻ്റെ ഗീതാ പഠന ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹരേ കൃഷ്ണ. ആ അറ്റത്തേക്ക് വെച്ചാൽ അതതിൻ്റെ മുകളിലേക്ക് വെച്ചു.
അവൻ വന്നു. ആ കുയിലില്ലാത്ത സമയത്ത് ക്ലാസ് എടുക്കണം എന്നാണ് ഞാൻ വിചാരിക്കുക, പക്ഷെ സമ്മതിക്കില്ല. ഹലോ മാതാജി, ക്ലാസ്സിലാണ്. അവൻ എങ്ങനെങ്കിലും വരും, കുടുംബത്തോടെ അവൻ വന്നുകൂടി ഇരിക്കുന്നുണ്ടാണ്. ഞാൻ ശരിയാണ്, എന്നെങ്കിലും അവൻ എൻ്റെ കയ്യിൽ കിട്ടും. പോയെന്നാ തോന്നണേ. പോയില്ല, ഇവിടെ തന്നെ ഉണ്ട്. സത്യം കാത്തിരിക്കുകയായിരുന്നു അവൻ. അവിടെ ഇരിക്കി, എൻ്റെ ഞാൻ നിർത്തും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ താഴെ ഇറങ്ങി വാടാ, നിന്നെ ഞാൻ ശരിയാക്കി തരാം. ആഹാ, കുയില് മാത്രമല്ല, ഇവിടെ മരംകൊത്തി ഉണ്ട്, അണ്ണാനുണ്ട്, 8-9 തത്തയുണ്ട്, മൈനയുണ്ട്, കുയിലുണ്ട്, പിന്നെ വേറെ ഒരു പക്ഷി വരും, അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞൂടാ. ഒരു പുള്ളിയൊക്കെ ആയിട്ട്. എന്താ പറയാനാ, ഇന്ന് എല്ലാവർക്കും ഒരു ഡിസിപ്ലിൻ ഉണ്ട്. എന്താണെന്നറിയില്ല, ഞാൻ 2 ദിവസം ക്ലാസ് എടുക്കാത്തതുകൊണ്ട് എല്ലാവരും സൈലൻ്റായി ഇരിക്കുകയായിരുന്നു. വീണ്ടും എല്ലാം തുടങ്ങി തോന്നുന്നുണ്ട്. ആരും വിചാരിക്കരുത് മഞ്ജരീസിൽ പഴയതുപോലെ മാതാജി റെഗുലറായിട്ട് ക്ലാസ് എടുക്കുന്നില്ല. ഭയങ്കര രസമാണ്, നമ്മളെ കൊണ്ട് സംസാരിപ്പിക്കില്ല എന്നേ ഉള്ളൂ. ക്ലാസ് എടുക്കുന്നില്ല, തോന്നിയ സമയത്താണ് ക്ലാസ് എടുക്കുന്നത്, അങ്ങനെയൊന്നും ചിന്തിക്കരുത് കേട്ടോ. 1, എനിക്ക് ത്രോട്ട് പെയിൻ കൊണ്ടാണ്. 2, നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇരിക്കുന്ന സമയത്താണ് ഡബ്ബിങ്ങിനെ വിളിക്കുക. രാവിലെ വിളിക്കും 5 മണിയാകുമ്പോൾ. ഇന്ന് രാവിലെ ഒരു 6-6:30 ആകുമ്പോഴേക്ക് വന്നോളൂ കേട്ടോ എന്ന് ഇങ്ങനെ പറയും. അപ്പോൾ നമുക്കത് പോകാതിരിക്കാനും പറ്റില്ല. പിന്നെ അവിടെ പോയി കുറേ നേരം സംസാരിച്ചിട്ട് തിരിച്ചു വരുമ്പോഴേക്കും ഇവിടെ എത്തുമ്പോഴത്തേക്ക് ടയർഡാവും. അപ്പം അങ്ങനെയൊക്കെ ആയതുകൊണ്ടാണ് ക്ലാസ്സൊക്കെ ഒന്ന് ഇടയ്ക്ക് സ്കിപ്പ് ചെയ്യുന്നത്. പക്ഷെ എന്നാലും ഞാനിങ്ങനെ വീട്ടിലുണ്ടാവുന്ന സമയത്തൊക്കെ എടുത്തു തരൂ കേട്ടോ. പിന്നെ ഞാനും വിചാരിക്കും കുറേ നിങ്ങളെയും സ്ട്രെസ്സ് കൊടുക്കരുതല്ലോ. നമ്മളെപ്പോഴും ഇങ്ങനെ ശ്രീകണ്ഠൻ പ്രഭു എപ്പോഴും ഇങ്ങനെ ടൈറ്റാക്കി ഇങ്ങനെ ഒരു റൊട്ടീൻ അങ്ങനെ പോകുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടാവും. അത് ആരാ തിന്നത് ആർക്കറിയാം? പുള്ളിക്കുയിലാണല്ലേ അത്? ഓക്കെ, എനിക്കത് അറിയില്ലായിരുന്നു. ഒരു ചാര കളറിൽ. ഈ മാങ്ങയൊക്കെ ഈ കുയിലും തത്തയൊക്കെ വന്ന് പറിച്ചു കൊണ്ടുപോയിന്നാ തോന്നുന്നു. ആർക്കറിയാം? പോട്ട്, സാരല്ല, പാവങ്ങൾ തിന്നട്ടെ. അപ്പോൾ ഇന്ന് 2 മണിക്ക് എടുക്കാമെന്ന് വിചാരിക്കുമ്പോഴേക്കും 2:45-3 മണിയായി ഞാൻ അവിടെ എത്തിയപ്പോൾ. അപ്പോൾ ഒന്ന് സത്യം പറയുന്നതിന് എന്താ, ഒന്ന് കിടന്നുറങ്ങി. ഒരു 1-1.5 മണിക്കൂർ സുഖമായിട്ട് കിടന്നുറങ്ങിയിട്ട് പിന്നെ എണീന്നേറ്റ് കുളിച്ച് ഭഗവാനെ വീണ്ടും പൂജയൊക്കെ ചെയ്ത് ഹാരമൊക്കെ ചാർത്തി, മിണ്ടായിരിക്കും അവിടെ, ഹാരമൊക്കെ ചാർത്തിയിട്ട് പിന്നെ ക്ലാസ് എടുക്കാൻ തുടങ്ങി. എന്തോന്ന് പറയാൻ, ഇത്രയും നേരം ഞാൻ ഉറങ്ങുമ്പോൾ ഇതൊരു ഒച്ചപ്പാടും ഇല്ലാതിരിക്കുകയായിരുന്നു. അപ്പോൾ അത് വീണ്ടും തുടങ്ങി. ഞങ്ങൾ വൈകിട്ട് ഇവിടെ സംസാരിക്കാനിരിക്കുമ്പോഴേക്കും അപ്പോൾ വരും, കുടുംബത്തോടെ വരും, 4 എണ്ണം 5 എണ്ണം ഒരുമിച്ച് വന്ന് മൈനയും തത്തയും കുയിലും അണ്ണാനും എല്ലാം കൂടി വന്നിട്ടൊരു ബഹളമാണ്. എൻ്റെ അമ്മ വെറുത്തു പോകും. നമ്മൾ ഓടിക്കാനും പറ്റില്ല, ഇത് എവിടെയാന്ന് പോലും നമ്മൾ കാണില്ലല്ലോ. അങ്ങനത്തെ സാധനങ്ങളാണ്. പോട്ടെ, പാവങ്ങൾ. കണ്ണന് ഭയങ്കര, ഈ പറഞ്ഞ പോലെ ആരോ പറഞ്ഞ കണ്ണൻ്റെ കൂട്ടുകാരാണെന്ന്. ശരിയാണ്, വൃന്ദാവനത്തിൽ ഇവരൊക്കെ കണ്ണന്, അതെന്നെ പ്രഭു ആര് തിന്നാവോ, മാങ്ങയൊന്നും കാണുന്നില്ല. എല്ലാവരും വിചാരിക്കും നമ്മുടെ പേജിൽ ഒരു ഡിവോഷണൽ പേജാണ്, അവർ കൊണ്ടുപോയി മാങ്ങ ഇടുന്നു, ചക്ക ഇടുന്നു. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? നമ്മൾ എപ്പോഴും ഒരു സൗഹൃദപരമായിട്ടുള്ള ബന്ധമാണ് സൂക്ഷിക്കാറ്. അല്ല, ഞാൻ നിങ്ങളോട് അങ്ങനെയാണ് സൂക്ഷിക്കുന്നത്. വളരെ സൗഹൃദമായിട്ട് കളിയും ചിരിയും തമാശയൊക്കെ ആയിട്ട് പോകാനാണ് എനിക്കിഷ്ടം. ഭയങ്കര ഒരു സീരിയസ് മൈൻഡിൽ പോകാനൊന്നും എനിക്കിഷ്ടമല്ല. ഞാൻ അങ്ങനത്തെ എനിക്കത് താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അവരുടെ കിളിനാഥം ഞങ്ങൾക്ക് കേൾക്കാൻ ഡിസ്റ്റർബ്ഡ് അല്ല. മാങ്ങ താഴെ ഇട്ടിട്ടുണ്ട്, ഞങ്ങൾ പോയി ഇപ്പോൾ പെറുക്കി കൊണ്ടുവരും. അപ്പം ഞാൻ കഴിച്ചിട്ടില്ല, ഞാൻ ജ്യൂസ് അടിച്ച് കുടിക്കുക ചെയ്തത്. പിന്നെ ബാസ്ക്കറ്റിൽ വെച്ചത് പോസ്റ്റ് ചെയ്തത് മറന്നുപോയി. ശരിയല്ലേ അമ്മ ഓമനക്കുട്ട. രമണൻ പ്രഭു വിളിച്ചിട്ട് കിട്ടുന്നില്ല. 9342494941 വിളിച്ചാൽ മതി, നമ്മുടെ മഞ്ജരീസിൻ്റെ നമ്പറിൽ. പിന്നെ നാളെ മഞ്ജരീസിൻ്റെ ബേസിൽ നിറച്ച് പിടിച്ചു വെച്ചത് കറക്റ്റ്. നാളെ മഞ്ജരീസിൻ്റെ ബിന്ദു അമ്മേ ഒരു സാധനം കാണിച്ചിരുന്നു നിങ്ങൾക്ക്. ഒരു കപ്പ് മാങ്ങ ജ്യൂസ് എടുത്തിട്ട് വന്നേ.
കാണിച്ചൊരു സംഭവം കാണിച്ചു. നിങ്ങളെ വെച്ച് കുടിക്കുന്നത് ശരിയല്ല, എന്നാലും എനിക്ക് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഒരു ആഗ്രഹം. ഷോ മിണ്ടാണ്ടിരിക്കുക അവിടെ. പിന്നെ ഇവിടെ എല്ലാവരും പറയും അമ്മു ക്ലാസ് എടുക്കാനിരുന്ന അപ്പം വന്നോളുന്ന്. കിച്ചൂട്ടിനോട് അയ്യോ ഫസ്റ്റ് കൊടുത്തത് കിച്ചൂട്ടിനാണ്. കാരണം അല്ലെങ്കിലേ കട്ട നമ്മളെ പിടിക്കും. വേറൊരു സംഭവം എന്താണെന്നറിയോ, മാങ്ങ ഞങ്ങൾ ഇന്നലെ അവിടുന്ന് ആരും അറിയാതെ ബിന്ദോമ്മയാണ് മാങ്ങ പറിക്കാനും വീഴുന്ന മാങ്ങ അപ്പുറത്തെ മതിൽ ചാടി എടുക്കാൻ ബെസ്റ്റ് ആൾ ബിന്ദോമ്മയാണ്, പോയി എടുത്തോളൂ. ഞങ്ങൾ കുറേ തോട്ടിയൊക്കെ വെച്ച് പറിച്ച് പിടിച്ച് അങ്ങനെയൊക്കെ കൊണ്ടുവരേ. അന്നേരം ഇത് കണ്ടോ കുട്ടികളെ, നോക്കൂ നോക്കൂ, ഇവിടെ ഇരുന്നോട്ടെ, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് കുടിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഞാനും എനിക്ക് വേണ്ടി നിങ്ങളും. ആരെങ്കിലുമൊക്കെ ഈ ലൈവ് ഉണ്ടായിരിക്കും ഇതെന്താ അപ്പോൾ അവർ സത്സംഗം എടുക്കുകയാണോ അല്ലെങ്കിൽ മാങ്ങ ജ്യൂസ് കഥ പറയണോ. തൊട്ട് താഴെയുള്ള ചേച്ചി അലക്കിയ വെള്ളം അപ്പുറത്തെ പറമ്പിൽ ഒഴിച്ചു അത്രേ. അവരെന്താ കരുതിയെന്ന് വെച്ചാൽ ആ മാങ്ങയുള്ള വീട്ടിൽ നിറച്ചും ചെടികളൊക്കെ ഉണ്ട് താഴെ, അപ്പോൾ അതിനൊക്കെ ഒരു വെള്ളം ആയിക്കോട്ടെ, ആ മാങ്ങ മരത്തിനൊക്കെ ഇച്ചിരി വെള്ളം ആയിക്കോട്ടെ എന്ന് ഓർത്തിട്ട് നിർമ്മല ആൻറ്റി കൊണ്ടുപോയിട്ട് അവിടെ വെള്ളം ഒഴിച്ചു. ഉടനെ അവിടുത്തെ ഹൗസ് ഓണർ ചേച്ചി പിന്നിലേക്കൊന്നും വരാറേ ഇല്ല. അവർ വിളിച്ചിട്ട് ചോദിക്കുക, എന്താ അത്, നിങ്ങൾ വിദ്യാഭ്യാസമുള്ള ഒരാളല്ലേ, നിങ്ങൾ ചെയ്തത് ശരിയാണോ, എവിടെ നിങ്ങളുടെ ഹൗസ് ഓണറിനെ ഇങ്ങോട്ട് വിളിക്കുക എന്ന് പറഞ്ഞ് വിളിച്ചിട്ട് പാവം ഞങ്ങളുടെ ഹൗസ് ഓണർ അപ്പേനെയും അമ്മേനെയും നല്ല ചീത്ത പറഞ്ഞു. അവരാണെങ്കിലോ ഞങ്ങൾ എന്ത് പോക്കിർത്തരം ചെയ്താലും അവർ ഞങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യും, ഹൗസ് ഓണർ ആൻറ്റിയും അച്ഛനും. പാവം ഇതുപോലെ അയ്യോ പാവങ്ങളായ രണ്ടുപേരെ ജീവിതത്തിൽ കിട്ടൂല എന്നുള്ളതാണ്. അങ്ങനെ ഇന്നലെ ഞങ്ങൾ മാങ്ങയൊക്കെ കട്ടെടുത്ത് കഷ്ടപ്പെട്ട്, ഇല്ല ദിവ്യൊന്നും പറഞ്ഞിട്ടില്ല, കട്ടെടുത്ത് ഞങ്ങളിങ്ങനെ സെറ്റാക്കി വെച്ച് ഇതെല്ലാം കഴുകി ജ്യൂസ് ഇടാൻ നിൽക്കുക. ഉടനെ അപ്പുറത്തുനിന്ന് മഹേശ്വരി ചേച്ചിയും പ്രിയ ചേച്ചിയൊക്കെ പറയാം, അതെ ഉറപ്പായിട്ടും അവർ കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൗസ് ഓണറെ വിളിപ്പിക്കും. കേട്ട പാതി കേൾക്കാത്ത പാതി ഞാൻ എന്ത് ചെയ്തു എന്നറിയാമോ, വേഗം ജ്യൂസൊക്കെ അടിച്ചിട്ട് കിച്ചൂട്ടനെ വെച്ചിട്ട്, പൊന്നു കിച്ചൂട്ട അതിൻ്റെ പുറത്ത് ഇനി ഒരു പ്രശ്നം ഉണ്ടാകരുത്, പറിച്ചു പോയി കിച്ചൂട്ട, ഇനി ഒരു വിഷയങ്ങളും ഉണ്ടാവരുത്, കിച്ചൂട്ടനും കുടിച്ചോ എന്ന് പറഞ്ഞു. നമ്മൾ അടുത്ത പ്രാവശ്യം പറിക്കുമ്പോഴും കിച്ചൂട്ടനോട് ഇതുപോലൊക്കെ തന്നെ പറയാട്ടോ, കിച്ചൂട്ടനും തരും രാധകുട്ടിക്കും തരും എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അടുത്ത ക്ലാസ്സും കൊണ്ട് ഞാൻ വേഗം ഇറങ്ങി ഹൗസ് ഓണർ അപ്പയ്ക്കും അമ്മയ്ക്കും കൊണ്ടു കൊടുത്തേ. ഉടനെ അമ്മേനോട് ഞാൻ പറഞ്ഞു, ഹൗസ് ഓണർ അമ്മയോട് ഞാൻ പറഞ്ഞു, ആൻറ്റി മാങ്ങ ജ്യൂസ് കുടിക്കുക ആൻറ്റി എന്ന് പറഞ്ഞു. ഉടനെ ആൻറ്റി അമ്മോ സൂപ്പറായിരിക്കേ, വ്യത്യാസമാണ് ഒരു ടേസ്റ്റ്. ഞാൻ പറഞ്ഞു കുടിച്ചു ആൻറ്റി, നല്ല ടേസ്റ്റാണ്, ഞങ്ങളിപ്പോൾ എല്ലാവരും കൂടെ ചേർന്ന് അടിച്ചതാണെന്ന് പറഞ്ഞു. ഓ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അപ്പയ്ക്കും കൊടുത്തു. ഇനി വേണോ ആൻറ്റി ഇരിക്കാ, ഞാൻ പറഞ്ഞുണ്ടല്ലോ. അങ്ങനെ ഓരോ ക്ലാസ്സും കൂടി കൊടുത്തു, കാരണം ഒരുപാടുണ്ട് ഇത് ജ്യൂസ് അടിച്ചപ്പോൾ. എന്നിട്ട് ഇറങ്ങാൻ നേരം ഞാൻ പറയും, ആൻറ്റി അപ്പുറത്തെ വീട്ടുകാരെങ്ങാനും ആൻറ്റീനെ വല്ല ചീത്ത പറയാനും വേണ്ടി ഞങ്ങളെ കംപ്ലൈൻറ്റ് എന്തെങ്കിലും പറയാൻ വിളിച്ചാലേ ആൻറ്റിയും കൂടി കുടിച്ചു എന്നുള്ള കാര്യം പറയണേ. എങ്ങേയിരുന്നു മാങ്ങ? അപ്പുറത്തെ വീട്ടിൽ നിന്ന് പറിച്ചതാ. അയ്യോ ഇല്ലില്ല, അവർ തമിഴും തെലുങ്കുവാ, മലയാളം ഒന്നും മനസ്സിലാവില്ല. അപ്പം ആൻറ്റി പറയണേ, നമ്മളെ കൊണ്ട് വിളിക്കുമോ? ഞാൻ പറഞ്ഞോ നമ്മളെ വിളിക്കൊന്നുമില്ല, വിളിച്ച ആൻറ്റി പറഞ്ഞാൽ മതി, ഇപ്പം കാലിന് വയ്യ പിന്നെ വരാമെന്ന് പറഞ്ഞാൽ മതി, ആൻറ്റിക്ക് കാലിന് വയ്യ പിന്നെ വരാമെന്ന് പറഞ്ഞാൽ മതി. ഈശ്വര നാരായണ. അങ്ങനെയൊക്കെ ആയിട്ടൊരു ഭയങ്കര രസകരമായൊരു അറ്റ്മോസ്ഫിയറാണ്. സോ ഞാൻ എന്താ പറയാൻ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ജീവിക്കുന്നത് വളരെ ചെറിയ സമയമാണ് അല്ലേ, ഒരു കുഞ്ഞ് സമയമാണ്. എന്താ ഫോൺ വിളിച്ച് കിട്ടാതെ? കിട്ടുമല്ലോ, ഇപ്പോഴും എനിക്ക് കോൾ വന്നല്ലോ മഞ്ജരി സ്മൃതി, ഇപ്പോഴും കോൾ വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ജീവിക്കുന്നത് വളരെ ചെറിയൊരു സമയത്താണ്. ഇന്നുള്ളവർ നാളെ ഉണ്ടാവുമെന്നൊന്നും പറയാൻ പറ്റില്ല. ആ ചെറിയ സമയത്തിൽ നമ്മൾ മാക്സിമം സന്തോഷത്തോടെ ജീവിക്കാൻ ശ്രമിക്കാം. വ്യക്തി ജീവിതത്തിൽ നമുക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ടാവും. ആ പ്രയാസങ്ങളെല്ലാം ഒരു ഫാമിലി ലൈഫ് എന്ന നിലയ്ക്ക് എനിക്കും അതെല്ലാം ഉണ്ട്, മനസ്സിലായോ? കുവൈറ്റിലോ? ഞാൻ ആ ന്യൂസ് കണ്ടില്ല. ഞാൻ ഇന്ന് കുറച്ച് അല്പം തിരക്കിലായി പോയി, ഉച്ചയ്ക്ക് കിടന്ന് ഉറങ്ങുകയൊക്കെ ചെയ്തു. നോക്കട്ടെ, ന്യൂസ് നോക്കട്ടെ. എന്തായാലും അവരുടെ ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ, പ്രാർത്ഥിക്കാം നമ്മൾ. ഞാൻ കണ്ടിട്ടില്ല ന്യൂസ്. അപ്പോൾ നമ്മൾ ഇപ്പം ഞാൻ പറഞ്ഞത് സനീഷ മാതാജി പറഞ്ഞതുപോലെ അവരൊക്കെ ഇന്നലെ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടാവുമെന്നൊന്നും വിചാരിച്ചിട്ടില്ല അല്ലേ. നമ്മളൊക്കെ നാളെ എന്ത് എന്നറിയാതെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ആ ചെറിയ ജീവിതത്തിൽ നമ്മൾ ആരെയും ശത്രുക്കളായിട്ട് കാണാതിരിക്കുക, പരസ്പരം വിരോധം സൂക്ഷിക്കാതിരിക്കുക, ക്ഷമിക്കാനും സ്നേഹിക്കാനും സന്തോഷത്തോടെ മുന്നോട്ട് പോകാനും ശ്രമിക്കുക. ഒരാളോടും വ്യക്തിവൈരാഗ്യം വേണ്ട, നമ്മൾക്ക് ആരോടും വേണ്ട, നമ്മളെ ദ്രോഹിച്ചവരോടും വേണ്ട. അങ്ങനെ ശ്രീകണ്ഠൻ പ്രഭു ഞങ്ങൾ മോഷ്ടിച്ചില്ല. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി വൈരാഗ്യമൊക്കെ സൂക്ഷിച്ചിട്ട് എന്താ പറയുക,
ഇല്ല മാതാജി, ചെയ്തു വരുന്നേ ഉള്ളൂ. അന്നദാനം ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ തീർക്കുന്നേ ഉള്ളൂ. എല്ലാം കൂടി നമുക്ക് ഒരു ദിവസം എടുത്തിട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു വരല്ലേ. ചെയ്യുമ്പോൾ വിളിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മാക്സിമം അയൽപക്കത്തുള്ള ആൾക്കാരാണെങ്കിൽ കൂടിയും പല വീടുകളുടെ അയൽപക്കത്തും ഞാൻ കണ്ടിട്ടുണ്ട് ഭയങ്കര ശത്രുതാ മനോഭാവത്തിൽ ജീവിക്കുന്നത്. അതൊന്നും വേണ്ട നമുക്ക്. വളരെ ചെറിയ സമയത്തിലൂടെ കടന്നു പോകുന്ന നമ്മൾ പരസ്പരം വിരോധം വെച്ചിരുന്നിട്ട്, നാളെ തിരുപ്പതി യാത്രയിലാണ്, വിരോധം വെച്ചിരുന്നിട്ട് ഒരു പ്രയോജനവും. അപ്പം വിരോധമെല്ലാം മറന്ന് സ്നേഹത്തോടെ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, ഐക്യത്തോടെ, ബഹുമാനത്തോടു കൂടി പോകാൻ പഠിക്കണം. നമ്മൾ കൊടുക്കുന്ന ബഹുമാനം നമുക്കും തിരിച്ചു കിട്ടും. ബഹുമാനം കൊടുത്തിട്ടില്ലെങ്കിൽ ബഹുമാനം തിരിച്ചു കിട്ടില്ല. ഇനി നമ്മൾ നോക്കാം, ഇനി നമ്മൾ ബഹുമാനം ആഗ്രഹിച്ചിട്ടും നമ്മളത് കൊടുത്തിട്ടും ചില വ്യക്തികൾ നമ്മളെ ബഹുമാനിക്കില്ല. അവരോട് നമ്മൾ ഒരിക്കലും വാശി പിടിക്കേണ്ട. കാരണം അത് അവരുടെ ബ്ലഡിൽ അലിഞ്ഞു ചേർന്നതാണ്. അത് പല വ്യക്തികളും അങ്ങനെയാണ്, മനസ്സിലായില്ലേ? അപ്പോൾ അതൊന്നും നമ്മൾ മൈൻഡാക്കരുത്. പിന്നെ നമ്മൾ ഒരുപാട് ജപിക്കുന്നുണ്ട്, വായിക്കുന്നുണ്ട്, സത്സംഗങ്ങൾ കേൾക്കുന്നുണ്ട്. വെറുതെ നമ്മൾ ഈ കാതുകൊണ്ട് കേട്ട് ഈ കാതുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് കാര്യമില്ല. കൃഷ്ണനോട് അടുപ്പം വെക്കണം, കൃഷ്ണനോട് അടുപ്പം വെക്കണം, കൃഷ്ണൻ എന്നെ കാണണം, കൃഷ്ണൻ എന്നെ സ്നേഹിക്കണം എന്നൊക്കെ കരുതി നമ്മൾ മുന്നോട്ട് പോയിട്ട് ഒരു പ്രയോജനവും ഇല്ല. തിരിച്ചു വിളിക്കാം മാതാജി, ലൈവിലാണേ. അപ്പോൾ നമ്മൾ വിചാരിക്കും കൃഷ്ണൻ എന്താണ് എന്നോട്, എന്നെ സ്നേഹിക്കുന്നില്ലേ, എൻ്റെ പ്രയാസങ്ങൾ കാണുന്നില്ലേ എന്നൊക്കെ നമ്മൾ പലപ്പോഴും ചിന്തിക്കും. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ എത്രത്തോളം ജപിച്ചാലും, എത്രത്തോളം വായിച്ചാലും, എത്രത്തോളം സത്സംഗങ്ങൾ കേട്ടാലും അതെല്ലാം ഒരു പുണ്യമായിട്ട് ഇങ്ങനെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവാണ്. ശ്രീകുമാരി മാതാജി എല്ലാ മഞ്ജരീസിൻ്റെ നമ്പറിലേക്ക് ഇടുക, ലൈവിൽ ഇടാതിരിക്കൂ പ്ലീസ്. ഇതെൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്. കാരണം എന്താ പറയുക, നിങ്ങൾ ലൈവിൽ ഇങ്ങനത്തെ കമൻസ് ഇടുമ്പോൾ എൻ്റെ ശ്രദ്ധ ഞാൻ പറയുന്നതിൽ നിന്ന് സ്കിപ്പായി പോകുന്നു. കാരണം ഇത് നമ്മുടെ സത്സംഗം ക്ലാസ്സാണ്. അപ്പോൾ ക്ലാസ്സിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ അന്നദാനം പെൻഡിങ്സ്, ഹാരം പെൻഡിങ്, അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മഞ്ജരീസിലേക്ക് മെസ്സേജ് ഇടും. അതാകുമ്പോൾ എനിക്ക് നിങ്ങളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ശ്രീകുമാരി മാതാജി എനിക്ക് മെസ്സേജ് ഇട്ടിരിക്കുന്നു കമൻറ്റിൽ. അത് ആരുടെ പേരിൽ തന്നു, ഏത് ഡേറ്റിന് തന്നു എന്നെല്ലാം ചെക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് മഞ്ജരീസിന് വാട്സപ്പിൽ അത് കിട്ടണം. അപ്പോഴാണ് അത് ഡയറി എടുത്ത് നോക്കാൻ പറ്റുക. ഈ ലൈവിലിട്ട് കഴിഞ്ഞാൽ എനിക്ക് ഡയറി എടുത്ത് നോക്കാൻ പറ്റില്ല, നിങ്ങൾക്കൊരു കറക്റ്റായിട്ടൊരു ആൻസറും തരാൻ പറ്റില്ല. കാരണം പലരും അന്നദാനം കൊടുക്കുമ്പോൾ വിളിച്ചാൽ എടുക്കില്ല. അതൊരു വലിയ വാസ്തവമാണ്. ഞങ്ങൾ വാട്സപ്പിൽ മെസ്സേജ് ഇട്ട് അത് ചെക്ക് ചെയ്യില്ല. പിന്നെ 24 hours ആക്കി വെക്കും. പക്കാവമ്മ 24 hours ആക്കി വെക്കും. അതങ്ങ് ഡിലീറ്റ് ആവും. പിന്നെ ഒരു മെസ്സേജ്, മാതാജി ചെയ്തില്ലല്ലോ, കണ്ടില്ലല്ലോ. പിന്നെ ഞങ്ങളിത് ലൈവ് നോക്കി കണ്ടുപിടിച്ച് തപ്പി പിടിച്ചെടുത്തിട്ട് വേണം ഇതെല്ലാം കൂടി എന്ത് ചെയ്യാൻ, ആൻസർ കൊടുക്കാൻ വേണ്ടിയിട്ട്. ലൈനിങ് വേണവാ? லைனிங் இல்லாமல் ரொம்ப இதுவாக இருக்குல்ல, தெரியல. நான் பண்ணிக்கிறேன். எத்தனை மணிக்கு போகணும்? 7 o'clock போகலாமா? அப்படியா? ലക്ഷ്മി ചേച്ചി, ലക്ഷ്മി ആൻറ്റി. ആൻറ്റി നല്ലൊരു ടൈലറാണ്, നല്ലൊരു ടീച്ചറാണ്, എൻ്റെ നല്ലൊരു അമ്മയാണ്. ആൻറ്റീന്ന് വിളിച്ചാലും അമ്മയാണ് കേട്ടോ. അച്ഛനും അമ്മയും ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൻ്റെ ലീഡറാണ്. ഇന്ന് രാവിലെ ഞാനിവിടെ ഇരുന്ന് തിരുപ്പതിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അമ്മ നല്ല ഇടിയപ്പമല്ലേ അമ്മ, ഇടിയപ്പമല്ലേ കാലയിൽ, ഇടിയപ്പം കൊണ്ട് എനിക്ക് നല്ലൊരു ഡിഷ് ഉണ്ടാക്കി തന്നു. നമ്മുടെ ലെമൺ റൈസ് പോലെ ഇടിയപ്പം ചെയ്തിട്ട് ഭയങ്കര ടേസ്റ്റ്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് അതാണ്. അത് കഴിച്ചുകൊണ്ടിരിക്കെ ഉടനെ മഹേശ്വരി ചേച്ചി ഓടി വന്നിട്ട് 4 ചപ്പാത്തിയും തന്നു. ഞങ്ങൾ ഒരുമിച്ചിരുന്നാണ് രാത്രി ഇവിടെ ഫുഡ് കഴിക്കാറ്, ഡിന്നർ. ഓരോ സുന്ദരിയുമാണെന്ന് ഉങ്ങളെ பார்க்கறது ரொம்ப அழகா இருக்கா. പേരെന്തറിയോ? അഴക് ലക്ഷ്മി. ஆமா, எல்லாரும் பார்த்துட்டு இருக்காங்க உங்களை. நோ ப்ராப்ளம், അതൊന്നും പ്രശ്നമില്ല. അപ്പോൾ വരുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഗുരുവായൂർക്കല്ലമ്മ ഒരു കേരള ട്രിപ്പ് വരുന്നുണ്ട് സെപ്റ്റംബറിൽ. അവരെല്ലാവരെയും ഞങ്ങളെല്ലാവരും ചേർന്നിട്ട് രാത്രിയെല്ലാം ഞങ്ങളിവിടെ ഒരുമിച്ചിരുന്ന് 4 പേരും ഫുഡ് കഴിക്കും, കുക്ക് ചെയ്യും. മാങ്ങ കട്ടതിൽ ഫസ്റ്റ്, മാങ്ങ കട്ടതിൽ ലീഡർ, അത് മെയിൻ അതാണ്. അമ്മയാണ് മാങ്ങ കക്കാൻ പഠിപ്പിച്ചതും മാങ്ങ ജ്യൂസ് അടിക്കാൻ പഠിപ്പിച്ചതും. അമ്മ കുടിக்கிறீங்களா? பாதி குடிங்க. பாதி பாதி ஷேர் பண்ணிக்கல. இருக்கம்மா, கிச்சன்ல இருக்கு. அப்படியே குடிங்கம்மா, அதுக்கு என்ன, ஒன்றும் பிரச்சனை. குடிங்கம்மா, நீங்கள் குடிங்க, நீங்கள் குடிச்சிட்டு எனக்கு கொடுங்க. இல்லை இல்லை, அப்போ வேண்டாம் வேண்டாம் வேண்டாம், நார்மலாக குடிச்சா போதும். அந்த பெல் அடிங்கம்மா, இன்னும் இருக்குது, கிச்சனில் இருக்குது. நான் ஈவினிங் கொடுக்கலாம்னு நினச்சிட்டு இவங்களுக்கு காமிக்கிறதுக்காக எடுத்துகிட்டு வந்து.
ബിന്ദമ്മ എനിക്കൊരു മാങ്ങ ജ്യൂസ് എടുത്തരോ, ഞാൻ അമ്മയ്ക്ക് കൊടുത്തു. അപ്പം അങ്ങനെ എന്താ പറയുക, ഞങ്ങൾ നെയ്ബേഴ്സാന്ന് പോലും തോന്നില്ല. ഒരു വീട്ടിൽ ഒരു എന്തെങ്കിലും ഒരു അമ്മ സ്വീറ്റ് ഉണ്ടാക്കാൻ മിടുക്കിയാണ്. അതുപോലെ നമ്മുടെ സാമ്പാർ, അന്നദാനത്തിൻ്റെ സാമ്പാർ, അതും അമ്മയുടെ കോൺട്രിബ്യൂഷനാണ്. നല്ല കട്ടിയായിട്ട് തിക്കായിട്ട് സൂപ്പറായിട്ട് സാമ്പാറൊക്കെ ഉണ്ടാക്കി തരും. 4 പേരും ഇരുന്നിങ്ങനെ കഥ പറയും. ഹൗസ് ഓണർ ചോദിക്കും, അയ്യോ എപ്പം നോക്കിയാലും ഉറങ്ങി എഴുന്നേറ്റ് രാത്രി 1 മണി വരെ ഈ 4 പേരും ഇവിടെ ഒരുമിച്ചാണ്. അമ്മയുടെ ഹസ്ബൻഡ് സിൽവർ ജ്വല്ലറിയിലാണ്, വർഷങ്ങളായി ജോലി ചെയ്യുന്നു, ഇവിടെ അടുത്ത് തന്നെയാണ്. അപ്പം ഇന്ന് ഞങ്ങൾ പോവാണ്. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിൽവർ ഓർണമെൻറ്റ് വാങ്ങാൻ. മോനെ ലൈവിലാണ്? ആ ആയിക്കോട്ടെ, ശരി. അപ്പം അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ. അപ്പം നിങ്ങളെ ഇരുത്തിക്കൊണ്ട് മാങ്ങ ജ്യൂസ് കുടിക്കുന്ന എനിക്ക് സങ്കടമുണ്ട്. തമിഴ്നാട് നല്ല പാസമുള്ളവങ്കരം சொல்கிறாங்கம்மா. ഒരു നിമിഷം ഞങ്ങൾ ആരെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ആയിക്കഴിഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. എല്ലാവരും ഒരാൾ പോയാൽ മതി, എല്ലാവരും വരുന്നത് ഇങ്ങനെ നോക്കിയിരിക്കില്ല അമ്മ. ഭയങ്കര ഒരു എന്താ പറയുക, പിരിയാൻ പറ്റാത്ത ഒരു ആത്മബന്ധം എന്നൊക്കെ പറയില്ലേ. ആൻറ്റീന്ന് വിളിച്ചാലും അമ്മയാണ് കേട്ടോ, അമ്മയാണ്. അമ്മയ്ക്ക് അപ്പുറം ഒരു വാക്കില്ല, അമ്മ തന്നെ. അമ്മ ബ്ലൗസ് നന്നായി തയ്ക്കും. അപ്പം ബ്ലൗസ് തയ്ച്ചാൽ അതിൻ്റെ ഹുക്ക് വെക്കൽ, ബട്ടൺ വെക്കൽ, മടക്കി തുന്നുന്ന ജോലിയൊക്കെ എനിക്കാണ്. കാരണം അമ്മ വർഷങ്ങളായി ടൈലറായിട്ട് ജോലി ചെയ്യാണ്. ഇപ്പം അമ്മയ്ക്ക് ഏജായി വരുന്നു. അമ്മയ്ക്ക് അത്രയും നേരം ഇരുന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെയും അമ്മ തുന്നുക എന്ന് പറയുന്നത് ഭയങ്കര വിഷമമുള്ള കാര്യം. അപ്പം ഞങ്ങൾ മക്കളിപ്പുറത്തുണ്ടാകുമ്പോൾ ഞങ്ങളുടെ അമ്മ അങ്ങനെ കഷ്ടപ്പെടാൻ പാടില്ല. അത് ഞങ്ങൾക്ക് വളരെ നിർബന്ധമുള്ള കാര്യമാണ്. ഒരു മിലിറ്ററി സാറ് சொல்கிறாரு, ശ്രീകണ്ഠൻ പ്രഭു 10-15 കിലോ മാങ്ങ പറിച്ചൂല്ലേ, 10 to 15 kg മാങ്ങ. അത് അമ്മയോട് തന്നെ ചോദിക്കണം, എത്ര kg പറിച്ചിരിക്കുമ്മ? ടെൻ കെ ജി கிட்ட இருக்கும். இன்னைக்கும் நம்ம பறிச்சோம்ல, അതും ഇരിക്കും ഒരു 10 kg കിட்ட. അത് ജ്യൂസ് പോടണം. ഇത് കുടിച്ച് തീർത്തിട്ട് വേണം അടുത്തത് ജ്യൂസ് അടിച്ചിട്ട് അതും കുടിക്കാൻ. ഞങ്ങളെ കൊണ്ട് വയ്യ. ആമാ, നേച്ചുറൽ ജ്യൂസ് ഭയങ്കര പ്യോർ ടേസ്റ്റ്. ആമാ, പിന്നിൽ തന്നെയുണ്ട്. പിന്നെ അച്ചാർ, അമ്മയുടെ അച്ചാർ പൊന്നി ഒരു രക്ഷയില്ല. അമ്മ സൂപ്പറായിട്ട് അച്ചാറിടും. ഞങ്ങൾ മാങ്ങ പറിക്കും, അമ്മയും ലക്ഷ്മി ചേച്ചിയും പ്രിയ ചേച്ചി എല്ലാം ക്യാച്ച് ചെയ്യും. അമ്മ അത് അച്ചാറിടും, ഞങ്ങൾ തിന്നും. ഏതെങ്കിലും ഒരു വീട്ടിൽ ചോറ് വെച്ചാൽ മതി, ബാക്കി കറി ഉപ്പേരി തോരനൊക്കെ അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ഉണ്ടാവും. അങ്ങനെയാണ് വിശേഷങ്ങൾ. ആ, പഴമായിരുന്നാൽ ജ്യൂസ് അടിക്കും, പച്ചമാങ്ങയാണെങ്കിൽ അച്ചാറുണ്ടാക്കും. ഇതൊക്കെയാണ് ഞങ്ങളുടെ അവിടുത്തെ വിശേഷങ്ങൾ. നമ്മളിപ്പോൾ ഗീതയാണോ പറയുന്നത്, തമാശയാണോ പറയുന്നത്? ഇന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ഒരു 7 മണിയാകുമ്പം അമ്മയുടെ ഹസ്ബൻഡിൻ്റെ ജ്വല്ലറിയിൽ പോകണം, ഞങ്ങൾക്ക് ഓരോ സിൽവർ റിങ് എടുക്കാൻ. അപ്പം അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം നമുക്ക് ക്ലാസ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മളപ്പം കർമ്മയോഗം, കൃഷ്ണാവബോധത്തിൽ പ്രവർത്തനം, കർമ്മയോഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അധ്യായം 5 11ാമത്തെ ശ്ലോകത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. കായേന മനസാ ബുദ്ധ്യാ കേവലൈരേന്ദ്രിയൈരപി യോഗീന കർമ്മ കുർവദന്തി സംഘം തൃപ്ത്വാത്മശുദ്ധയേ എന്നാണ് പറയുന്നത്. എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാം, നമുക്ക് നോക്കാം. യോഗികൾ അനാസക്തരായി ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവ കൊണ്ടും ഇന്ദ്രിയങ്ങൾ കൊണ്ടുപോലും ആത്മശുദ്ധിക്ക് വേണ്ടി മാത്രം പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അതായത് യോഗികളായിട്ടുള്ള ആൾക്കാർ ഒന്നിലും ആസക്തരായിരിക്കില്ല എന്നാണ് അർത്ഥം. അപ്പം നമ്മളൊക്കെ അറ്റ്ലീസ്റ്റ് എന്താ പറയുക, മാങ്ങയിലെങ്കിലും ഒരു ആസക്തി തോന്നുന്നുണ്ട്, ഒരു ഇൻട്രസ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ട് അല്ലേ. യോഗികളായിരിക്കുന്നവർ ഒന്നിലും ഇൻട്രസ്റ്റഡ് അല്ല. അവർ ജപം, വായന, ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ, ഇതിനെക്കുറിച്ച് മാത്രമായിരിക്കും അവരുടെ 24 hours അവരുടെ ചിന്ത. പൊതുവെ അവർ നിശബ്ദരായിരിക്കും യോഗികൾ. ഭൗതികമായിരിക്കുന്ന എന്ത് കാര്യങ്ങൾ നമ്മൾ അവരോട് പോയി സംസാരിച്ചാലും അവർ സൈലൻ്റ് ആയിരിക്കും, അവർക്ക് താല്പര്യമില്ല സംസാരിക്കാൻ. അതേസമയം ആത്മീയമായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അവർ വളരെ ഇൻട്രസ്റ്റഡ് ആയിരിക്കും. കാരണം ആത്മീയമായിട്ട് എങ്ങനെ ഉയരാമെന്നൊരു യോഗിയോട് ചോദിച്ചാൽ കൃത്യമായൊരു ഉത്തരവുണ്ട്. എന്നാൽ ഭൗതികമായിട്ട് എങ്ങനെ ഉയരാമെന്നൊരു യോഗിയോട് ചോദിച്ചാൽ ആ യോഗി ചിരിക്കുകയുള്ളൂ. കാരണം എന്താ, അവർ മനസ്സിൽ ചിന്തിക്കുന്നത് എന്താണെന്നറിയോ, മെറ്റീരിയൽ വേൾഡിൽ ഉയർന്നിട്ട് എന്ത് കാര്യം, ഇവരിപ്പോഴും നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് ഒരു കുട്ടിയാണ്, അതുകൊണ്ടാണ് അങ്ങനെ ചോദിക്കുന്നത് എന്നൊരു ചിന്ത ആ യോഗിയുടെ മുഖത്തൊരു ചിരി വരുത്തും. കാരണം
വിഡ്ഢിയായിട്ടുള്ളവർ മാത്രമേ മെറ്റീരിയൽ വേൾഡിൽ ഉയരാൻ ആഗ്രഹിക്കൂ. കാരണം നമ്മളെല്ലാവരും ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ ആയിത്തീരണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടന്ന് അവസാനം നമ്മൾ ഒന്നും ആയിത്തീരില്ല അല്ലേ. ഒന്നുകിൽ ഒരു രോഗിയായിത്തീരും, ഇല്ലെങ്കിൽ ഒരു ഒറ്റപ്പെടലായിത്തീരും, ഇല്ലെങ്കിൽ പാതി വഴിയിൽ വെച്ച് മരിച്ചു പോകും. ഓടിയത് മുഴുവൻ വേസ്റ്റായി പോകും. അപ്പം ഇതൊന്നുമല്ല നമ്മൾ മാറേണ്ടത്. നമ്മൾ നല്ല ക്യാരക്ടർ, നല്ല സിൻസിയർ ലവ്, ഹെൽപ്ഫുൾ മൈൻഡ്, എല്ലാവരെയും സഹായിക്കണം എന്നുള്ളൊരു മൈൻഡ്, നല്ല ഭക്തി, നല്ല എന്താ പറയുക, ഭഗവാനോടൊരു സിൻസിയർ ലവ്, അതാണ് നമുക്ക് വേണ്ടത്. അതില്ലാത്ത ഒരു വ്യക്തി ഒരിക്കലും, നമ്മൾ പറയില്ലേ, ഗുണം പിടിക്കില്ല എന്ന് പറയില്ലേ, എവിടെ എത്തില്ല. അവർ വീണ്ടും ജനിച്ച് മരിച്ച് ഈ ഒരു കാലചക്രത്തിൽ പെട്ട് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എന്നാൽ യോഗികളായിരിക്കുന്ന വ്യക്തികൾ എങ്ങനെയാണ്? അവർ ഈ മെറ്റീരിയൽ വേൾഡിൽ നിന്ന് എങ്ങനെയും ഡിസ്കണക്റ്റ് ആവാൻ ശ്രമിക്കും. അതിനാണ് അവർ ആരോടും പറയാതെ, ആരോടും സംസാരിക്കാതെ, മൊബൈൽ ഫോണോ ഒന്നുമില്ലാതെ, വൈഫ് വേണ്ട, കുട്ടികൾ വേണ്ട, ഫാമിലി ലൈഫേ വേണ്ട, എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിരുന്ന് ഇങ്ങനെ ജപിച്ചാൽ മതി എന്ന് ചിന്തിക്കുന്നത്. അങ്ങനെ അവരിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ജപിച്ച് അനാസക്തരായി, അതായത് ആസക്തി കൂടാതെ, ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ലാതെ, ഈവൻ നമ്മുടെ ശരീരത്തിൽ പോലും ഒരു ഇൻട്രസ്റ്റ് അവർ വെക്കില്ല. ശരീരം വിശക്കുന്നു, എന്തെങ്കിലും ആരെങ്കിലും കൊടുത്താൽ അവർ കഴിക്കും, ഇല്ലെങ്കിൽ മിണ്ടാതിരിക്കും. ജപം എന്ന് പറഞ്ഞാൽ അവർക്ക് വിശക്കില്ല. ഫോർ എക്സാമ്പിൾ, നമ്മൾ വിചാരിക്കും ജപിച്ചുകൊണ്ടിരുന്നാൽ വിശക്കില്ല, അതെന്താ അങ്ങനെയെന്ന്. ഇപ്പം നമ്മുടെ മനസ്സിലൊരു ഭയങ്കര ടെൻഷൻ വന്നു, ഒരു ഭയങ്കര വിഷമം വന്നു, നമ്മൾ ആദ്യം പറയുന്ന ആൻസർ എന്താണ്? ഇല്ല, എനിക്ക് വിശക്കുന്നില്ല, അല്ലേ? ഭക്ഷണം കഴിക്കൂ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ പറയുക? ഇല്ല, എനിക്ക് വിശപ്പ് തോന്നുന്നില്ല, എനിക്ക് വിശക്കുന്നില്ല. കാരണം എന്താ? നമ്മൾ ആ ടെൻഷനിൽ കോൺസെൻട്രേറ്റഡ് ആണ്. ഇല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഒരാൾ മരണപ്പെട്ടു പോയി, നമ്മൾ ഭയങ്കര ഡെസ്പായിട്ടിരിക്കും, കരഞ്ഞ് ഇങ്ങനെ ഇരിക്കും. അപ്പം അങ്ങനെ ഇരുന്ന് നമ്മൾ എന്ത് ചെയ്യും? വിശപ്പങ്ങ് മറന്നുപോകും. അപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ ഹൈലി കോൺസെൻട്രേറ്റഡ് ആയാൽ, അല്ലെങ്കിൽ അത്രയും നമ്മൾ മനസ്സ് വെച്ചൊരു കാര്യത്തിലേക്ക് ശ്രദ്ധ വിട്ട് കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് വിശപ്പറിയില്ല. കാരണം വിശപ്പെന്ന് പറയുന്നത് ശരീരത്തിൻ്റെ ഒരു ഫീലിംഗ് ആണ്, മനസ്സിൻ്റെ ഫീലിംഗ് അല്ല. മനസ്സിലായില്ലേ? അപ്പോൾ ആ മനസ്സ് ഹാപ്പി ആയിരിക്കുമ്പോൾ നമ്മുടെ വയറങ്ങ് നിറയും. ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുമ്പോൾ നമ്മൾ എന്താ പറയുക? എനിക്ക് ഞാനിന്ന് കഴിച്ചിട്ടില്ല, വിശപ്പ് പോലും മറന്നുപോയി, എനിക്ക് ഉറക്കം പോലും വരുന്നില്ല സന്തോഷം കൊണ്ട്. നമുക്ക് അത്രയും ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസ് ഒക്കെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് ദുബായിൽ നിന്നും യു എസിനൊക്കെ വരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും, എക്സൈറ്റഡ് ആയിരിക്കും. നമുക്ക് കഴിച്ചാലും അതിൻ്റെ രുചി അറിയില്ല, സമയം പോകുന്നില്ല, നമ്മൾ ആകെ ഒരു വെപ്രാളമായിരിക്കും, അല്ലേ? ഇതേപോലെയാണ് യോഗികൾ ആനന്ദം കണ്ടെത്തുന്നത്, സന്തോഷം കണ്ടെത്തുന്നത്. എന്തിൽ സന്തോഷം കണ്ടെത്തുന്നത്? എന്തിൽ സന്തോഷം കണ്ടെത്തുന്നത്? ശരീരബോധമെല്ലാം മറന്ന്, മനസ്സും മറന്ന്, ബുദ്ധി എല്ലാം മറന്ന് അവർ ജപം എന്നും പറഞ്ഞിരിക്കും, അല്ലെ? അങ്ങനെ ശരീരം, മനസ്സ്, ബുദ്ധി ഇതെല്ലാം കൊണ്ട്, ഇന്ദ്രിയങ്ങൾ കൊണ്ടും, ആൻറ്റി അന്ത ബെല്ലടിങ് ആൻറ്റി, ഇന്ദ്രിയങ്ങൾ കൊണ്ട് എല്ലാം നമ്മൾ എന്ത് ചെയ്യും? ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ട് മാത്രം. അടുത്ത ആള് വന്നു, പ്രിയ ചേച്ചി, ഒരു ജ്യൂസ് എടുത്തിട്ട് വന്നു, ഈ ഗ്ലാസ് എടുത്തു. ഇത് പ്രിയ ചേച്ചി. ഇനി ഒരാളും കൂടി വരാനുണ്ട്, വരും. അപ്പോൾ നമ്മുടെ മനസ്സ്, ശരീരം, ബുദ്ധി ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനാണ്? ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ യോഗികൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അവർ നല്ല ആത്മശുദ്ധിക്ക് വേണ്ടിയിട്ട്, അവരുടെ മൈൻഡ് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട്. മൈൻഡ് ഹാപ്പി ആവുന്ന എപ്പോഴാണ്? ജപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അല്ലേ? ജപത്തിൽ കോൺസെൻട്രേറ്റ് ആയിരിക്കാനാണ് ഇതൊക്കെ അവർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കൃഷ്ണൻ്റെ ഇന്ദ്രിയ പ്രീതിക്കായി കൃഷ്ണാവബോധത്തോടെ ചെയ്യുന്ന ഏത് കർമ്മവും കൃഷ്ണനെയാണ് നമ്മൾ സന്തോഷിപ്പിക്കേണ്ടത്. നമ്മുടെ സെൽഫ് സാറ്റിസ്ഫാക്ഷൻ അല്ല നമ്മൾ നോക്കേണ്ടത്. കൃഷ്ണനെ നമ്മൾ സന്തോഷിപ്പിച്ച് കൊണ്ടുപോകണമെങ്കിൽ കൃഷ്ണൻ എന്താ ആഗ്രഹിക്കുന്നത്? ഒരു 10 കിലോ ഗോൾഡ് പോരട്ടെ, 10 കിലോ സിൽവർ വരട്ടെ, നല്ല ഡ്രസ്സ് വരട്ടെ, ഇതാണോ കൃഷ്ണ ആഗ്രഹിക്കുന്നത്? ഒരിക്കലും അല്ല. പ്രിയ ചേച്ചിക്കുള്ള ജ്യൂസ് കേട്ടോ, കുടി എന്നാ മാത്രം അപ്പം മനുഷ്യരൊക്കെ വരും. അപ്പോൾ എന്താണ്? കൃഷ്ണാവബോധത്തോടെ നമ്മൾ കൃഷ്ണനെ സന്തോഷിപ്പിക്കുക എന്ന് പറയുമ്പോൾ കുറേ ഗോൾഡും സിൽവറും കൊടുത്തിട്ടല്ല സന്തോഷിപ്പിക്കേണ്ടത്. ജപിച്ച്, സത്സംഗം കേട്ട്, ഭഗവാന്റെ സ്റ്റോറികൾ കേട്ട്, ഭഗവാന്റെ ജീവജാലങ്ങളോടൊരു എന്താ പറയുക, നല്ല സന്തോഷത്തെ കാണിച്ച്, എല്ലാവരിലും കൃഷ്ണൻ കുടികൊള്ളുന്നു എന്നൊരു എന്താ പറയുക, ആ ഒരു സത്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഇനി എനിക്ക് ഈ മെറ്റീരിയൽ വേൾഡിൽ ജീവിക്കേണ്ട, എനിക്ക് ഭഗവാന്റെ ലോകത്തേക്ക് പോയാൽ മതി എന്ന് ചിന്തിച്ചുകൊണ്ട്
എല്ലാത്തിനോടുമുള്ള ആസക്തി കൈവെടിഞ്ഞ് കുറ്റങ്ങളും കുറവുകളും വിഷമങ്ങളും ഇതൊന്നുമില്ലാതെ പീസ്ഫുള്ളായിട്ട് ഒരു ആത്മാവ് എപ്പോൾ ഈ ഭൂമിയിൽ ജീവിക്കുന്നോ കൃഷ്ണൻ ഹാപ്പിയാണ്. പരാതികളില്ലാതെ ഒരു ദിവസം ഗുരുവായൂർ നടയിൽ പോയി നിന്ന് നോക്കുക. അതിനോളം സന്തോഷം വേറൊന്നും ഉണ്ടാവില്ല. കൃഷ്ണൻ നമുക്ക് എന്തും വാരിക്കോരി തരാൻ റെഡിയാണ്. സമയമാകുമ്പോൾ കൃഷ്ണൻ തരും. നമുക്കൊരു പരാതിയില്ല. ഗുരുവായൂർ അമ്പലത്തിൽ 99.9% വഴിപാടുകൾ വരുന്നത് എപ്പോഴാണ്? അവനവൻ്റെ കാര്യങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് വഴിപാടുകൾ ചെയ്യുന്നത്. അല്ലാതെ ഭഗവാൻ ഒരു സമർപ്പണം, അവിടെ വരുന്ന ഭക്തർക്ക് ആ പണം കൊണ്ട്. ഇപ്പോൾ പണ്ടത്തെ ഗുരുവായൂർ അമ്പലം നോക്കുകയാണെങ്കിൽ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. ഇന്നത്തെ ഗുരുവായൂർ ടെമ്പിൾ നോക്കുമ്പോൾ ഒരുപാട് പ്ലേസായി. അവിടെ ഇരിക്കാനും കുടിക്കാൻ വെള്ളം, നൃത്തം ചെയ്യാൻ കുട്ടികൾക്ക് സ്റ്റേജ്, ഇതൊക്കെ നമ്മൾ കൊടുക്കുന്ന ഇതുപോലെയുള്ള കോൺട്രിബ്യൂഷൻസിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പം അങ്ങനെ അവിടെ വരുന്ന ഭക്തർക്ക് ഒരു ആശ്രയമായി, ഒരു ആനന്ദമായി മാറുന്ന ഒരവസ്ഥ സൃഷ്ടിക്കാൻ എന്ന മനസ്സോടെ നമ്മളൊരു വഴിപാട് അവിടെ സമർപ്പിക്കുകയാണെങ്കിൽ അതിലൊരു ആനന്ദമുണ്ട്. എൻ്റെ കാര്യം നടക്കണം എന്ന് ചിന്തിച്ചുകൊണ്ട് ഒരു വഴിപാട് ചെയ്യുകയാണെങ്കിൽ അതൊരു സ്വാർത്ഥതാ മനോഭാവമാണ്. ശ്രീല രൂപ ഗോസ്വാമി ഭക്തിരസാമൃത സിന്ധുവിൽ പറയുന്നുണ്ട്, ഇഹ യസ്യ ഹരിർദാസ്യേ കർമ്മണാ മനസാഖിര നിഖിലാസ്വാഭ്യാപവാസ്തു ജീവൻ മുക്ത സ ഉച്യതേ എന്ന് പറയുന്നുണ്ട്. എന്ന് വെച്ചാൽ ശരീരം കൊണ്ടോ, ഇതിനെക്കൊണ്ട് ഞാൻ തോറ്റ് കത്തിയിട്ടേ കിടക്കുന്നു ഇത്തിരി നേരം ഞാൻ തൂങ്ങണേ ഒരുത്തൻ കൂടെ കാണാം. അപ്പൊ ക്ലാസ്സിൽ ഉட்காந்து வந்து கூப்பிட்டுட்டே இருக்குது. അപ്പോൾ ശരീരം കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ ഇഹ യസ്യ ഹരേർദാസ്യേ കർമ്മണ മനസ്സാഖിര, അതായത് ശരീരം കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ നമ്മുടെ വാക്കുകൊണ്ടോ എല്ലാം എന്താണ്? കൃഷ്ണാവബോധത്തോടെ കൃഷ്ണസേവനത്തിൽ പ്രവർത്തിക്കുന്നവർ ഭൗതിക ലോകത്തിലെ പ്രാപഞ്ചിക കൃത്യങ്ങളിൽ ഏർപ്പെട്ടിരുന്നാലും അവർ മുക്തർ തന്നെയെന്നാണ് പറയുന്നത്. മനസ്സിലായി? നമ്മുടെ ശരീരം കൊണ്ടായാലും ശരി, മനസ്സുകൊണ്ടായാലും ശരി, ബുദ്ധി കൊണ്ടായാലും ശരി, നമ്മളെ വാക്കുകൊണ്ടാണെങ്കിലും ശരി, നമ്മൾ എന്ത് കാര്യം എന്ത് ഈ ഭൂമിയിൽ ചെയ്താലും അത് കൃഷ്ണാവബോധത്തോടെ കൃഷ്ണനെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് ചെയ്യുന്നത് എങ്കിൽ, ഇപ്പം നമ്മൾ ഒരാളിലേക്ക് നോക്കുമ്പോൾ അവർ വളരെ ആക്റ്റീവാണ്, അവരൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ ഭക്തനാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭക്തനാണ്. ഭക്തി എന്നും പറഞ്ഞ് നമ്മളൊരു ഭാഗത്തിരുന്ന് ജപമാലയായിട്ട് അല്ലെങ്കിൽ ഒരു രുദ്രാക്ഷമാലയായിട്ട് കാവ്യം ഉടുത്ത് ഇരുന്ന് നമ്മൾ ജപിക്കണമെന്ന് ഭഗവാൻ പറയുന്നില്ല. നമ്മളൊരു ഗ്ലാസ് വെള്ളം കുടിക്കുന്നുണ്ടെങ്കിൽ അത് കൃഷ്ണന് സമർപ്പിച്ച മനസ്സുകൊണ്ട് കുടിക്കുകയാണെങ്കിൽ, നമ്മളൊരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ ഭഗവാനെ അങ്ങ് തന്ന ഈ കർമ്മം അത് ഞാൻ കംപ്ലീറ്റ് ചെയ്യുന്നു അങ്ങയുടെ നാമത്തിൽ, അങ്ങയുടെ അനുഗ്രഹം വേണം എന്ന് ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അത് കൃഷ്ണ കോൺഷ്യസ്നെസ് ആണ്, അത് കൃഷ്ണാവബോധമാണ്. മനസ്സിലായില്ല? അല്ലാതെ എനിക്ക് കുറേ പണം വേണം, ഞാൻ ആരോടും സിൻസിയർ ആയിരിക്കില്ല, എൻ്റെ കാര്യം നടന്നാൽ മതി എന്ന മനസ്സോടുകൂടിയാണ് ചെയ്യുന്നതെങ്കിൽ കൃഷ്ണൻ ഈ ജന്മം നമ്മളുടെ അടുത്തേക്ക് വരില്ല. കാരണം എന്താ? സ്വാർത്ഥത, ആ ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് അത് ആർക്കും നല്ലതല്ല. അവർ വീണ്ടും താഴേക്ക് തന്നെയാണ് പോകുന്നത്. അതാണ് ഭക്തിരസാമൃത സിന്ധുവിൽ ശ്രീല രൂപഗോസ്വാമി പറയുന്നത്, ഇഹ യസ്യ ഹരേർദാസ്യേ കർമ്മണാ മനസാഖിര നിഖിലാസ്വാഭ്യാവവാസ്തു ജീവൻ മുക്ത സൗച്യതേ. ആ വ്യക്തിയുടെ ജീവൻ മുക്തിയിലേക്ക് പോകും. നമ്മുടെ ഈ ഒരു ബർത്ത് ഇത് കൃഷ്ണന് വേണ്ടിയിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ നമ്മുടെ ഈ ലൈഫ് തന്നെ ഭഗവാൻ അക്സെപ്റ്റ് ചെയ്യുന്ന പറയുന്നത്. അതർവൈസ് നമ്മുടെ ലൈഫേ സ്പോയിലായി പോകും. നമുക്ക് ഓക്കെ, റെഡി ആയി കാൻഡി, നൈറ്റേ വര വേണ്ടിയതാണ്. ഓക്കെ, നമ്മുടെ ഈ ഒരു ജീവിതമേ വേസ്റ്റ് ആയിപ്പോകും. അപ്പം നമ്മൾ ഒരിക്കലും അങ്ങനെ സ്വാർത്ഥ മനോഭാവത്തോടു കൂടി ജീവിക്കാൻ പാടില്ല. സ്വാർത്ഥതയില്ലാത്ത നല്ല വ്യക്തികളായി ജീവിച്ച് നമ്മൾ ചെയ്യുന്ന എല്ലാ ജോലികളും ഭഗവാന് സമർപ്പിച്ചുകൊണ്ട് ചെയ്താൽ നമ്മുടെ ലക്ഷ്യം എന്തായി? കൃഷ്ണനായി. അതിനുവേണ്ടി നിങ്ങൾ ആരും കാവ്യം ഉടുക്കണമെന്നോ അല്ലെങ്കിൽ സംഭവ ബഹുലമായ ഭക്തരാണെന്ന് കാണിക്കുന്ന രീതിയിൽ നടക്കണമെന്നൊന്നും എവിടെയും പറയുന്നില്ല. കാരണം നമുക്ക് നടക്കൂല. നമുക്ക് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ അവിടെ വന്ന ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അത് ഫോളോ ചെയ്ത് ഒരാൾ നിന്ന് കഴിഞ്ഞാൽ ആ വ്യക്തി നോട്ടഡായി, എന്തോ ഒരു കുഴപ്പമുണ്ടല്ലോ എന്നൊരു മനോഭാവമായ ആളുകൾക്ക്. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ആ വന്ന വഴി ഒരു റൂട്ടുണ്ട്, ആ റൂട്ടിൽ നിന്ന് നമുക്ക് ബ്രേക്ക് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അതാണ് അവിടെ പ്രശ്നമായി മാറുന്നത്. അപ്പോൾ നമ്മൾ കൃഷ്ണനെ മനസ്സിൽ സ്ഥാപിച്ചുകൊണ്ട് എന്ത് ജോലി ചെയ്തിട്ടാണേലും അത് കൃഷ്ണനെ സമർപ്പിച്ച് ചെയ്താൽ പക്കയായി, നമുക്ക് മുക്തി ഉറപ്പായി. മനസ്സിലായില്ലേ? ഭൗതിക മാലിന്യത്തിൽ നിന്ന് നമ്മൾ മുക്തമാണ്. കൃഷ്ണനെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മൾ ഈ മെറ്റീരിയൽ വേൾഡിലെ നമ്മുടെ ഈ പ്രശ്നങ്ങളിൽ നിന്ന് നമ്മൾ പുറത്തു വന്നു. ഓക്കെ, കൃഷ്ണാവബോധമുള്ളവൻ്റെ പ്രവൃത്തികളിൽ നിന്ന് ഭൗതിക പ്രതികരണങ്ങൾ ഉണ്ടാകുന്നില്ല, ഒരിക്കലും ഉണ്ടാവില്ല.
നല്ല കൃഷ്ണാവബോധമുള്ള ഒരു വ്യക്തി, ആ വ്യക്തി എന്ത് ചെയ്താലും ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ നിന്നോ അല്ലെങ്കിൽ പെരുമാറ്റത്തിൽ നിന്നോ ഭൗതിക പ്രതികരണങ്ങൾ, അതായത് ഈ ലോകത്തോടുള്ള ഒരു ആസക്തിയോടുള്ള ഒരു പ്രതികരണ മനോഭാവം ഉണ്ടാവില്ല. അവർ വളരെ ഫ്രീ ആയിരിക്കും. ഇനി ആരെങ്കിലും എന്ത് രണ്ട് ചീത്ത പറഞ്ഞാലും കുഴപ്പമില്ലെന്നേ, അവർ ഈ മെറ്റീരിയൽ വേൾഡിൽ വളരെ അഡിക്റ്റഡായി നിൽക്കുന്ന ആൾക്കാരാണ്, അതുകൊണ്ട് അവർ ദേഷ്യപ്പെട്ടു, അവർ ഷൗട്ട് ചെയ്തു. നമ്മൾ ഭഗവാനെ ഹൃദയത്തിൽ സ്ഥാപിച്ചവരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? സൈലൻ്റായി നിൽക്കും. നമ്മൾ സൈലൻ്റായി അവിടെ നിൽക്കും. നമുക്ക് താല്പര്യമില്ല ബഹളം വയ്ക്കാൻ, നമുക്ക് ദേഷ്യപ്പെടാൻ ഒരു താല്പര്യമില്ല. ഇത് ഞാനും നിങ്ങളും അടങ്ങുന്ന പലരുടെയും ജീവിതത്തിൽ അറിയാതെ പോയ കാര്യമാണ് അല്ലേ. നമ്മളോട് ആരെയും ബഹളം വെച്ചാൽ തിരിച്ച് 10 പറയുന്നൊരു സ്വഭാവമായിരുന്നു നമുക്ക് എല്ലാവർക്കും. അതെല്ലാം മാറി കൃഷ്ണ കോൺഷ്യസ്നെസ്സിലേക്ക് നമ്മൾ വന്നാൽ, കൃഷ്ണാവബോധത്തിലേക്ക് വന്നാൽ നമ്മളുടെ റിയാക്ഷൻസ്, നമ്മുടെ പ്രതികരണം ഭയങ്കര ചേഞ്ച് ആയിരിക്കും. സംസാര രീതികളും പ്രവർത്തനങ്ങളും ചിന്തകളും വാക്കും പ്രവൃത്തിയും എല്ലാം ഡിഫറെൻ്റ് ആയിരിക്കും. അയാൾക്ക് പൊതുവെ സദാചാരങ്ങൾ എന്ന് പറയുന്ന ശുദ്ധകർമ്മങ്ങൾ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്നു. നമ്മൾ ചെയ്യുന്ന നല്ല നല്ല പ്രവൃത്തികളെല്ലാം ഓരോരുത്തരും വിചാരിക്കും ഇതെങ്ങനെയാ അപ്പം ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 5:30 എന്ന് പറഞ്ഞാൽ 5:30 അവിടെ വിളക്ക് എരിഞ്ഞിരിക്കും. ചില സമയത്ത് നമുക്കത് പറ്റാതെ വരും, എന്നാലും ഒരു ദിവസം നമ്മൾ മുടക്കില്ല. ഏതെങ്കിലും ഒരു സമയത്ത് ഭഗവാന് നമ്മളൊരു വിളക്ക് കൊടുത്തിരിക്കും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെ നമ്മൾ സാരല്ലേ മതജി, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കണം. പക്ഷെ ഒരു കാര്യം ആലോചിച്ചോളൂ, നമ്മൾ എത്രത്തോളം നമ്മൾ ഭഗവാനോട് അടുക്കുന്നോ അത്രത്തോളം നമ്മൾക്ക് പ്രശ്നങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. കാരണം എന്താ? മായ ശക്തമാണ്. മായ ശക്തമായതുകൊണ്ട് നമ്മളെ നല്ലതിൽ നിന്ന് പുറന്തിരിക്കാൻ പലപ്പോഴും ശ്രമം നടന്നുകൊണ്ടേയിരിക്കും. നല്ല കാര്യമാണ് കൃഷ്ണ എന്ന് പറയുന്നത്, അതിൽ നിന്ന് നമ്മൾ അകറ്റാനുള്ള വഴികൾ ഭയങ്കര ശക്തമായിട്ടിരിക്കും. അപ്പം നമുക്ക് വയ്യാതെയാവും, ശരീര തളർച്ചയുണ്ടാവും, ഒട്ടും വയ്യാതെയാവും, തളർന്നു പോകും നമ്മൾ. പക്ഷെ അതിനെല്ലാം നമ്മൾ മറികടക്കണം. എങ്ങനെങ്കിലൊക്കെ നമ്മൾ എത്ര വെട്ടിയിട്ടാലും, നമ്മൾ ചില സിനിമയിലൊക്കെ വിജയും അജിത്തൊക്കെ എഴുന്നേറ്റ് വരുന്നത് പോലെ കൊക്കിൻ്റെ ഒരു കുറവും കൂടി ഉണ്ടായുള്ളൂ. അങ്ങനെ 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 എഴുന്നേറ്റ് വരണം. നമ്മൾ മടി പിടിച്ച് നമ്മൾ കിടക്കരുത്. ആ മടി എന്ന് പറയുന്നതാണ് എന്ത് മായ എന്ന് പറയുന്നത്. പിന്നെ ഭഗവാനെ മാത്രം മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിക്ക് മിഥ്യാഹങ്കാരമില്ല. ഞാനെന്ന ഭാവം ആ വ്യക്തിയിൽ ഉണ്ടാവില്ല, ഒരിക്കലും ഉണ്ടാവില്ല. കാരണം ചില വ്യക്തികൾ പറയുന്നത് കേൾക്കാം, ഞാൻ വിചാരിച്ച അത് ചെയ്യാൻ പറ്റും, ഞാൻ വിചാരിച്ച ഇത് ചെയ്യാൻ പറ്റും. അതൊക്കെ വെറും അഹങ്കാര മനോഭാവമാണ്, മിഥ്യാഹങ്കാരമാണ്, വെറും തോന്നലാണ്. നമ്മൾ വിചാരിച്ച ഈ ലോകത്ത് ഒരു ചുക്കും നടക്കില്ല. നമ്മളെ പോലെയുള്ള വിഡ്ഢികളായിരിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ചിലപ്പം അത് ചെയ്യണേ ചെയ്യും, ഇത് ചെയ്യണേ ചെയ്യും, അല്ലാണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കില്ല. നമ്മൾ നമ്മളായിട്ട് അങ്ങ് ഇരുന്നാൽ മതി, അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊന്നും ചെയ്യേണ്ട. ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് എന്തും ചെയ്യാൻ സാധിക്കും. താൻ ശരീരമല്ലെന്നും ശരീരം തൻ്റേതല്ലെന്നും നമുക്ക് മനസ്സിലാക്കണം. നമ്മൾ ശരീരമാണോ? അല്ല, നമ്മൾ ആത്മാവാണ്. കാരണം എന്താണ്? ഈ ശരീരം നാളെ ഒരു സ്ഥലത്ത് ആരെങ്കിലും കൊണ്ടുപോയി കത്തിക്കും. ഉറപ്പായിട്ടും എൻ്റെ ഈ ശരീരം ആരെങ്കിലും, എൻ്റെ മകനോ ആരെങ്കിലും ഒക്കെ നാളെ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ കത്തിച്ചു കളയും, അല്ലേ? പറയാൻ പറ്റില്ല ആര് കത്തിക്കുന്നു. കൊറോണ വന്നപ്പോൾ പലരും പല രാജ്യങ്ങളിലായിരുന്നു. നമ്മൾ മക്കളൊക്കെ ഉണ്ടാക്കി മക്കളെയൊക്കെ വളർത്തി അവർക്ക് വേണ്ടി പല രാജ്യങ്ങളിൽ പോയി ജോലി ചെയ്തായിരുന്നു. പക്ഷെ ബോഡി പോലും നാട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റാതെ മരിച്ചുപോയ എത്രയോ പേരുണ്ട്. ആലോചിച്ച് നോക്കൂ. വെള്ളത്തിൻ്റെ അടിയിലേക്ക് ടൈറ്റാൻ കപ്പൽ കാണാൻ പോയവരുടെ ബോഡി വെള്ളത്തിൻ്റെ അടിയിൽ തന്നെ പോയി. ഭൂമിയിലേക്ക് കൊണ്ടുവരാൻ പോലും പറ്റിയില്ല. കടലിൻ്റെ അടിയിലേക്ക് പോയി. അല്ല, ഭൂമിയിലേക്കല്ല, കരയ്ക്ക് കൊണ്ടുവരാൻ തന്നെ പറ്റിയില്ല. കടലിൻ്റെ അടിയിലേക്ക് പോയി. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല നമ്മുടെ ജീവിതവും, നമ്മുടെ എന്താ പറയുക, ശരീരവും മനസ്സും ഒന്നും ട്രാവൽ ചെയ്യുന്നത്. എല്ലാം ഒരു തരത്തിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെന്താ പറയുന്നത്? കൃഷ്ണൻ്റേതാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്, അല്ലേ? നമ്മളുടെ ഈ ശരീരം എന്ന് പറയുന്നത് ഭഗവാൻ തന്ന ചെറിയൊരു അനുഗ്രഹം മാത്രമാണ്. ഇത് യൂസ് ചെയ്തോളൂ കുറച്ച് കാലത്തേക്ക്. അത് കഴിയുമ്പം അത് നശിപ്പിക്കപ്പെടും. ആ ടെമ്പററി ആയി തന്നിരിക്കുന്ന ആ ശരീരത്തിൽ നീ അഹങ്കരിക്കാൻ പാടില്ല. നീ നിന്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തരുത്. ആത്മാവ് വീണ്ടും വന്ന് ജനിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടാക്കി വെക്കരുത്. വീണ്ടും 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 ഈ ആത്മാവ് ഇങ്ങനെ വരിക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ല. അതുകൊണ്ട് ആ ആത്മാവിനെ നന്മയുടെ പാതയിലേക്ക് കൊണ്ടുപോകാൻ നീ ഈ ശരീരത്തെ ഉപയോഗിക്കൂ എന്നും പറഞ്ഞാണ് ഭഗവാൻ ഈ ശരീരം തന്നിരിക്കുന്നത്. പക്ഷെ ആൾക്കാരെന്താ ചെയ്യുക? ഈ ശരീരം വെച്ചിട്ട് അങ്ങയുടെ അഹങ്കാര മനോഭാവത്തിൽ നടക്കുകയാണ്. ദേഹം കൊണ്ടോ മനോബുദ്ധികൾ കൊണ്ടോ വാക്ക്, ജീവിതം, സമ്പത്ത്
എന്നുകൊണ്ട് നേടിയതെല്ലാം കൃഷ്ണൻ്റെ സേവനത്തിനായിട്ട് ഉപയോഗപ്പെടുത്താൻ അയാൾ എപ്പോഴും കൃഷ്ണനുമായിട്ട് ഒരു ബന്ധം പുലർത്തും അല്ലേ. നമ്മളിപ്പം ഡബ്ബിങ് ചെയ്തിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പൈസ കിട്ടും. നമ്മൾ നമ്മുടെ ശരീരം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ജോലി ചെയ്തിട്ട് കിട്ടുന്ന എന്തെങ്കിലും ഒരു 10 രൂപ, അത് നമ്മൾ നമ്മുടെ ഉപജീവന മാർഗത്തിന് എടുത്തിട്ട് ബാക്കി കൃഷ്ണൻ്റെ സേവനത്തിന് ഒന്നെങ്കിൽ ഗുരുവായൂർ ടെമ്പിൾ, അല്ലെങ്കിൽ ഇസ്കോൺ ടെമ്പിൾ, അല്ലെങ്കിൽ നമ്മളെ പോലെയുള്ള ട്രസ്റ്റുകൾ, അല്ലെങ്കിൽ ഭഗവാനിൽ നിന്ന് വന്ന പാവപ്പെട്ട വ്യക്തികൾ, അങ്ങനെ നമ്മൾക്ക് തോന്നുന്ന പാവങ്ങളായിരിക്കുന്ന അർഹിക്കുന്നവർക്ക് എന്തെങ്കിലും സഹായങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ അത് കൃഷ്ണ സേവനം തന്നെയാണ്. മാനവ സേവ എന്ന് പറഞ്ഞാൽ മാധവ സേവയാണ്. വിശക്കുന്നവൻ അന്നം കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാധവ സേവ തന്നെയാണ്. കാരണം അവരും ഭഗവാനിൽ നിന്ന് വന്നവരാണ്. സാരമില്ല പ്രമളമാതാജി, അവരും ഭഗവാനിൽ നിന്ന് വന്നവരാണ്. നമ്മളെ പോലെയുള്ള വ്യക്തികൾക്ക് ഭഗവാൻ ആരോഗ്യവും ആയുസ്സും ശക്തിയും തന്നിട്ടുണ്ട്, ബുദ്ധിയും എല്ലാം തന്നിട്ടുണ്ട്, സാഹചര്യങ്ങളും തന്നിട്ടുണ്ട്. എന്നിട്ടും മടിയന്മാരായിട്ട് സമയം കളയുന്ന എത്രയോ ആൾക്കാരുണ്ട് അല്ലേ. വെറുതെ ഇരുന്ന് സംസാരിച്ച് സമയം കളയുന്ന ആൾക്കാരുണ്ട്. അതൊന്നും ശരിയല്ല. ഓരോ നിമിഷവും നമ്മൾ എന്തെങ്കിലുമൊക്കെ ജോലിയിൽ ഏർപ്പെട്ട് നമ്മൾ അതിൽ നിന്നൊരു 10 രൂപ ഉണ്ടാക്കി നമ്മുടെ ഉപജീവന മാർഗം നടത്തി ബാക്കി നമ്മുടെ ഒപ്പമുള്ളവരെയും സഹായിച്ച് ഉള്ള സമയം നന്നായിട്ട് ജീവിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ശരീരവും മനസ്സും വാക്കും പ്രവൃത്തിയും കൊണ്ട് നമ്മൾ ഉയരുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവർക്ക് അത് സഹായകരമാണെങ്കിൽ പിന്നെ അതിൽ മറുത്ത് ചിന്തിക്കാനൊന്നുമില്ല. ഞാൻ എപ്പോഴും ആലോചിക്കുന്ന കാര്യം അതാണ്, എപ്പോഴും ഞാൻ ചിന്തിക്കുന്ന കാര്യമാണ്. ഇപ്പം ലക്ഷ്മി ആൻറ്റി വന്നിട്ട് എന്നോട് പറഞ്ഞു, അമ്മു എനിക്ക് തീരെ വയ്യ, എനിക്കിങ്ങനെ കുറേ നേരം ഇരുന്ന് തയ്ക്കാൻ പറ്റുന്നില്ല, വർഷങ്ങളോളം ഞാനത് ചെയ്തതാണ്, ഇനി എനിക്ക് പറ്റുന്നില്ല, അപ്പം ഒന്ന് ഹെൽപ്പ് ചെയ്യൂ എന്നെ. പക്ഷെ എന്ത് പറ്റി അമ്മ, ഇതൊക്കെ ഒന്ന് തയ്ക്കാനാണേ മോളെ. ഞാൻ പറഞ്ഞു അതിനൊന്നും അമ്മ എത്ര വേണേലും ഇവിടെ കൊണ്ടുവിട്ടോ, ഞാൻ ചെയ്തുതരാം. ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ രാത്രിയിലെ പണി അതാണ്. ചില സമയത്ത് ഷൂട്ട് കഴിഞ്ഞ് വന്നാലും 12 മണിക്കൊക്കെ ഞാനായിരുന്നു ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം എന്താ, അത്രയും അവരുടെ വയസ്സെന്ത് എൻ്റെ വയസ്സെന്ത്. അപ്പം ഞാനതിൽ അങ്ങനെ കണ്ടിട്ടുള്ളൂ, അതൊരു കൃഷ്ണ സേവനമാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അച്ഛനും അമ്മയ്ക്കും ഉള്ളത് ഒരൊറ്റ മകനാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരേ ഒരു മകൻ. ആ മകൻ്റെ ഭാര്യ വന്നപ്പം ആ അമ്മ ഒരു ജോലിക്കാരിയായി മാറുന്ന അവസ്ഥ എന്ന് പറയണമെന്ന് ചിന്തിച്ച് നോക്കിക്കേ. അതിലും വലിയൊരു കൊടും പാതകം എന്താ ഉള്ളത്? ആഗ്രഹിച്ച് മോഹിച്ച് ലാളിച്ചു വളർത്തിയ ഒരു മകൻ പഠിപ്പിച്ച് വലിയ നിലയിൽ എത്തിച്ചിട്ട് വലിയൊരു വീടും കെട്ടിക്കൊടുത്ത് ആ അച്ഛനും അമ്മയും റിട്ടയർമെൻറ്റ് ലൈഫിലേക്ക് വരുന്ന സമയമായപ്പോൾ മകൻ്റെ ഭാര്യയ്ക്ക് ആ അമ്മ ഒരു ജോലിക്കാരിയായി മാറുകയാണ്. അച്ഛൻ ജോലിയൊക്കെ കഴിഞ്ഞില്ലേ, ഇനി അച്ഛന് വീടൊക്കെ അടിച്ചു വാരിക്കൂടെ എന്നുള്ളൊരവസ്ഥയായി. പാത്രം കഴുകാനും അടിച്ചു വാരാനൊക്കെ ആ അച്ഛനെ ഉപയോഗിക്കേണ്ടി വരുന്ന അവസ്ഥ, കുക്ക് ചെയ്യാനും മറ്റും ആ അമ്മയെ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരവസ്ഥ. എന്തെല്ലാം ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താലും രുചി പോരാന്നുള്ള കംപ്ലൈൻറ്റ്. ആ അമ്മയ്ക്ക് മുമ്പിൽ വെച്ച് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം വാങ്ങിക്കൊണ്ട് ഓർഡർ ചെയ്ത് കഴിക്കുന്നത്. 10 മണിക്കാണ് ഞാൻ എൻ്റെ വീട്ടിൽ എഴുന്നേൽക്കാം, ഞാൻ ഇങ്ങനെ എഴുന്നേൽക്കും എന്ന് പറയുന്നൊരു മരുമകളുടെ കൂടെ ഒരമ്മയും അച്ഛനും എത്ര കാലം ജീവിക്കും? ചിന്തിച്ചു നോക്കൂ. അതിലും ഭേദം ഇത് റിട്ടയർമെൻറ്റ് ലൈഫല്ല, ഇത് ജീവിക്കാനുള്ള സമയമാണെന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവാദിത്തങ്ങളെല്ലാം കഴിഞ്ഞു എന്ന് പറഞ്ഞിട്ട് വീണ്ടും ആ അച്ഛൻ ജോലിക്കിറങ്ങുകയാണ്, ആ അമ്മ വീട്ടിലിരുന്ന് തയ്ക്കുകയാണ്. ഈ അച്ഛനും അമ്മയ്ക്കും നമ്മൾ ഇങ്ങനെയല്ലാതെ എങ്ങനെയാണ് നമ്മൾ സപ്പോർട്ട് ചെയ്യുക? ഞാൻ പറയും, അമ്മ എന്തിനാ വീട്ടിൽ കറി വെക്കുന്ന 2 പേർക്കായിട്ട്? ആ അമ്മ ഞങ്ങൾ വളരെ കുറച്ചേ അമ്മയെ കൊണ്ട് കറി വെപ്പിക്കത്തുള്ളൂ, വെപ്പിക്കില്ല ഞങ്ങൾ. മാക്സിമം ഞങ്ങൾ 3 പേരും അവിടെ കൊണ്ടുവച്ച് കൊടുക്കും. എന്തായാലും ശരി, ഞങ്ങൾ കൊണ്ടുവച്ച് കൊടുക്കും. ഞാൻ ഇപ്പോൾ അതേ ക്ലാസ് കഴിഞ്ഞാൽ ഉടനെ അമ്മയുടെ കൂടെ ഞങ്ങൾ 3 പേരും പുറത്ത് പോയി വന്നു കഴിഞ്ഞാൽ നേരെ സാമ്പാർ ഉണ്ടാക്കും, ചേച്ചി ദോശ ഉണ്ടാക്കും. അവരുടെ ഡിന്നർ കഴിഞ്ഞു, നമ്മളിലൊരു പങ്ക് 12, 1 മണി 2 മണി വരെ ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അതാണ് ലൈഫ്. സ്വത്തോ സമ്പാദ്യമോ പണമോ പ്രശസ്തിയോ പേരോ ഒന്നും ജീവിതമല്ല, അതൊന്നും ജീവിതമല്ല. അതിലൊരു ആനന്ദമുണ്ട്, ഒരു സന്തോഷമുണ്ട്, ഒരു സമാധാനമുണ്ട്. അതിനേക്കാൾ വലുതായിട്ട് ഈ ലോകത്തൊന്നുമില്ല. അതാണ് ഇന്ന് ആർക്കും ഇല്ലാതെ പോകുന്നത്. അതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ എന്നും അമ്മയോട് പറയാം, അമ്മ ഒന്നും ചിന്തിക്കരുത്, മൈൻഡാക്കരുത്. നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു, കൊച്ചിനെ പഠിപ്പിച്ചു, കല്യാണം കഴിപ്പിച്ചു, അവർക്കൊരു കുട്ടിയായി, ഇനി അവരെ പാടായി. നമ്മൾ ആ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കരുത്. അവരെന്ത് വിതച്ചോ അത് നാളെ അവർക്ക് കിട്ടാനുള്ളതാണ്. അവർ നന്നായിരിക്കാൻ അമ്മ പ്രാർത്ഥിക്കുക, ജപിക്കും. വേറൊരു സത്യം അറിയാം, ഇവർ 3 പേരും ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. പ്രിയ ചേച്ചി അതെ, മഹേശ്വരി ചേച്ചി അതെ, ലക്ഷ്മി ആൻറ്റി അതെ, 3 പേരും ഇരുന്ന് ഹരേ കൃഷ്ണ മഹാമന്ത്രം ജപിക്കും. അതിലും വലിയ ആനന്ദം എന്ത് വേണം? അപ്പോൾ നമ്മൾ ഒരിക്കലും ദേഹം കൊണ്ടോ മനോബുദ്ധി കൊണ്ടോ വാക്കുകൊണ്ടോ ജീവിതം കൊണ്ടോ സമ്പത്ത് കൊണ്ടോ ഇതൊന്നും നമ്മൾ നേടിയതാണെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അഹങ്കരിക്കാൻ പാടില്ല.
ഇതൊക്കെ കൃഷ്ണൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് ലഭിച്ചതാണ്. കൃഷ്ണനുമായി നമ്മളൊരു ആത്മബന്ധം പുലർത്തണമെങ്കിൽ ഈ ബോധം നമ്മൾക്കുള്ളിൽ വേണം. താൻ ഈ ശരീരമാണെന്നും മറ്റും വിശ്വസിച്ച് കഴിഞ്ഞാൽ മിഥ്യാഹങ്കാരം ഇല്ലാതെ ആകുന്നു. മനസ്സിലായി? ഇതെല്ലാം ഈ ഒരു ശരീരമാണ് നമ്മൾ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ തീർന്ന് നമ്മുടെ ലൈഫ് അവിടെ സ്പോട്ടിൽ തീർന്ന്. പക്ഷെ ഭഗവാനാണ് നമ്മുടെ എല്ലാം എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ഒന്നും ചിന്തിക്കാനില്ല. നമ്മളായി, നമ്മുടെ പാടായി. നമ്മൾ അങ്ങോട്ട് നിന്നേക്കണം. നമ്മൾ മക്കൾക്ക് വേണ്ടി തലയിട്ടടിച്ച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 ് നമ്മൾ ഒന്നും അല്ലാണ്ടായിത്തീരാണ്. എന്തിനാ അത്രയ്ക്ക് ഹൈലി കോൺസെൻട്രേറ്റഡ് ആവുന്നത് നമ്മൾ മക്കളെ കാര്യത്തിൽ? അവരും നമ്മളെപ്പോലെ ഒരു ജീവാത്മാക്കളാണ്. അവർ പല കർമ്മങ്ങൾ ചെയ്തിട്ട് പല കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ഭൂമിയിൽ വന്നവരാണ്. മനസ്സിലായില്ലേ? ഒരുപാട് കർമ്മഫലങ്ങൾ അനുഭവിക്കാനാണ് നമ്മുടെ മക്കളും ഭൂമിയിൽ വന്നിരിക്കുന്നത്. അവരനുഭവിക്കേണ്ടത് അവരനുഭവിക്കും. നമ്മൾ അവർക്ക് എന്നും ഒരു നല്ല വഴി കാണിച്ചു കൊടുക്കുക, നന്നായി ചിന്തിക്കാനുള്ള വഴി പറഞ്ഞു കൊടുക്കുക, നമ്മൾ നന്മയുള്ള വഴി കാണിച്ചു കൊടുക്കുക. അല്ലാണ്ട് നമ്മൾ 24 മണിക്കൂറും അവരേന്നും പറഞ്ഞുകൊണ്ട് കിടന്ന് ടെൻഷൻ അടിച്ച് നമ്മൾ വല്ലാത്തൊരവസ്ഥയിലേക്ക് നമ്മൾ പോകരുത്. അത് നമ്മളില്ലെങ്കിൽ നമ്മുടെ മക്കളില്ലാതായി പോകും. അവർക്കെന്നും നല്ല വഴി കാണിക്കാൻ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കണം. നമ്മുടെ ചിന്തകളാണ് നമ്മളെ കൂടുതൽ പ്രാന്തമായ അവസ്ഥയിലേക്ക് നയിക്കുന്നത്. ചിന്തകളെ ഒന്ന് കൺട്രോൾ ചെയ്യുക. വരാനുള്ളത് വരും, വഴി തങ്ങില്ല. അതെങ്ങനെയായാലും ശരി, നല്ല കാര്യം ചിന്തിച്ച് നല്ല ലെവലിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുപോവുക. നല്ല തീരുമാനങ്ങൾ എടുക്കാൻ മനസ്സെപ്പോഴും ശാന്തമായിരിക്കണം. ചെറിയ കാര്യമാണെങ്കിൽ ഒരുപാട് ചിന്തിച്ചു കൂട്ടിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. നമുക്ക് പറ്റില്ല എന്ന് തോന്നുന്നത് ആ സ്പോട്ടിൽ നമ്മൾ സ്റ്റോപ്പ് ചെയ്യണം. അത് എത്ര കോടി രൂപ കിട്ടുന്ന കാര്യമായാലും ശരി, എത്ര വലിയ ഉയർന്ന പദവി കിട്ടുന്ന കാര്യമായാലും ശരി, ഏത് വലിയ രാഷ്ട്രപതി നമുക്ക് അവാർഡ് തരുന്ന കാര്യമാണെങ്കിലും ശരി, ധർമ്മമില്ല, നമ്മൾക്ക് മാനസിക സന്തോഷമല്ല എന്ന് തോന്നുന്ന ഒരു കാര്യമാണ് അതവിടെ നിർത്തിയേക്കണം. എൻ്റെ പോളിസി അതാണ്. പിന്നെ അത് തുടരരുത്. പിന്നെ അതേക്കുറിച്ച് നമ്മൾ ചിന്തിക്കാനും പോകരുത്. വിട്ടേക്കണം നമ്മൾ അങ്ങോട്ടേക്ക്. ആലോചിക്കുകയും ചെയ്യരുത്. അതെന്തായാലും ശരി. കാരണം മനസമാധാനം എന്ന് പറയുന്നതിനേക്കാൾ വലിയൊരു ആശ്വാസമുള്ള കാര്യം ഈ ലോകത്ത് വേറെ ഒന്നുമില്ല. മനസ്സിലായില്ലേ? നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ മക്കളെ നമ്മൾ പഠിപ്പിക്കേണ്ടത്, അല്ലാതെ മറ്റൊന്നുമല്ല. ആ അമ്മയുടെ സൂക്കേടൊക്കെ ക്ലിയറായി. അപ്പം ദിവ്യക്കല്ലേ ക്ലിയറായി വരുന്നത്. ഇപ്പം ദിവ്യക്ക് പനിയാണ്. സതി മാതാജി, ഇത് പാർട്ടിയുടെ കാര്യം പറയുന്നൊരു പേജല്ല കേട്ടോ. ഇന്ന് ഈ മെസ്സേജ് ഈ ഗ്രൂപ്പിലിട്ടു, ഈ ലൈവിലിട്ടു. ഇനി മേലാൾക്ക് ഇതിടരുത്. പാർട്ടിയൊക്കെ പറയണമെങ്കിൽ അതിന് വേറൊരു പ്ലേസ് കണ്ടെത്തണം. ഒരിക്കലും മഞ്ജരീസിൻ്റെ പേജിൽ കയറിയിട്ട് ഒരു പാർട്ടിയെക്കുറിച്ചും സംസാരിക്കരുത്, ഒരു പാർട്ടിക്കും ജയ് വിളിക്കരുത്. അത് ഞാൻ അനുവദിക്കില്ല. രാഷ്ട്രീയമൊക്കെ വ്യക്തിപരമായ കാര്യമാണ്, അതാർക്കായാലും. അതൊരിക്കലും മഞ്ജരീസിൻ്റെ പേജിലേക്ക് കൊണ്ടുവരരുത്. ഒരു പാർട്ടിയെയും കൊണ്ടുവരരുത്. ഒരു രാഷ്ട്രീയ കാര്യങ്ങളും മഞ്ജരീസിൻ്റെ പേജിൽ ഞാൻ അനുവദിക്കില്ല. ഇന്ന് മാതാജി ഇട്ടു, ഇനി മേലാൽക്കിടരുത്. ഓക്കെ? അപ്പോൾ കൃഷ്ണനുമായിട്ട് നല്ല ആത്മബന്ധം പുലർത്തി കഴിഞ്ഞാൽ നമ്മൾ കൃഷ്ണാവബോധത്തിൻ്റെ സമ്പൂർണ്ണ അവസ്ഥയിലേക്ക് എത്തും. കൃഷ്ണാവബോധത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരെന്ത് പറയുന്നു, എന്ത് ചെയ്യുന്നു, ഇതൊന്നും നമ്മുടെ ഒരു കാര്യമേ അല്ല. ഓക്കെ? നമ്മുടെ ഒരു കാര്യമേ അല്ല. നമ്മൾ അതേക്കുറിച്ച് ചിന്തിക്കാനും പോണില്ല, പറയാനും പോണില്ല. കാണിക്കുന്നവർ കാണിക്കട്ടെ, പറയുന്നവർ പറയട്ടെ. ഇപ്പോൾ ലക്ഷ്മി ആൻറ്റി തന്നെ പലപ്പോഴും പറയാറുണ്ട്, അമ്മോ ഇവിടെ വന്നതിന് ശേഷം ഭഗവാനെക്കുറിച്ച് കേട്ടും കഥകൾ പറഞ്ഞും നമ്മളെല്ലാവരും ഇരുന്ന് വർത്താനം പറഞ്ഞും ഞാൻ അനുഭവിച്ച ദുഃഖങ്ങളും ദുരിതങ്ങളെല്ലാം ഞാൻ മറന്നുപോയി. ഇപ്പം എനിക്ക് മനസ്സിന് നല്ല ധൈര്യമായി. എന്താണ്? ഭഗവാനുണ്ട്, ഈശ്വരനുണ്ട്, ഈശ്വരൻ്റെ വഴിയെ പോകണം. നമ്മൾ കുറേ ദുരിതങ്ങൾ അനുഭവിക്കാൻ വന്നവരാണ്. മക്കൾ ചെയ്യുന്നതൊന്നും തെറ്റല്ല. കാരണം അവർ അത് കാണിക്കേണ്ട സാഹചര്യം അവരെ ചിലപ്പോൾ നമ്മൾ കുറ്റപ്പെടുത്തുമായിരിക്കും. പക്ഷേ ഈ വിഷമം അനുഭവിക്കാനാണ് ഞാൻ ഈ ഭൂമിയിൽ വന്നിരിക്കുന്നത്. അത് ഞാൻ അനുഭവിച്ചു. അതെൻ്റെ കർമ്മഫലം. അതിലെനിക്ക് കുട്ടികളെ കുറ്റപ്പെടുത്തേണ്ട കാര്യമില്ല. അവർ ചെയ്തത് തെറ്റാണ്, അതിൻ്റെ ശിക്ഷ അവർക്ക് കർമ്മഫലമായി ലഭിക്കും. ഇതൊക്കെ ഞാനിന്ന് റിയലൈസ് ചെയ്തു. അതുകൊണ്ട് ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു. അതേപോലെ നമ്മൾ എന്ത് ദുഃഖം അനുഭവിച്ചാലും, അത് ഭർത്താവിൽ നിന്നായാലും മക്കളിൽ നിന്നായാലും എന്താ പറയുക നെയ്ബേഴ്സിൽ നിന്നായാലും ആരിൽ നിന്നായാലും എന്ത് ദുഃഖങ്ങളും ദുരിതങ്ങളും നമ്മൾ അനുഭവിച്ചാലും ശരി, അത് നമ്മുടെ കർമ്മഫലമാണെന്നും അതനുഭവിക്കാനാണ് നമ്മൾ ശരീരം സ്വീകരിച്ചതെന്നും നമുക്ക് നല്ല അവബോധം ഉണ്ടായിരിക്കണം. ഇതാണ് കൃഷ്ണാവബോധം. അതിന് നമുക്ക് ആരെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല, ഒരാളെയും കുറ്റപ്പെടുത്താൻ പറ്റില്ല. കാരണം നമ്മളത് അനുഭവിക്കാനാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നമ്മളൊരു വ്യക്തിയിൽ നിന്ന് അനുഭവിച്ചു, അത്രയേ ഉള്ളൂ. വിളക്കൊക്കെ ഞാൻ കൊളുത്തി കഴിഞ്ഞു.
വിളക്കൊക്കെ കൊളുത്തി പൂജ ചെയ്തിട്ടാണ് ക്ലാസ് എടുക്കാൻ വന്നിരുന്നത്. ഇനി പുറത്ത് മാത്രം ബിന്ദുമോ ഒന്ന് കൊളുത്തിക്കോളൂ. ഇനി 12ാമത്തെ ശ്ലോകമാണ്. ആർക്കെങ്കിലുമൊക്കെ വിളക്ക് വെക്കാൻ സമയമെങ്കിൽ പോയി വെച്ചിട്ട് വരൂ കേട്ടോ, സമയം കളയരുത്. ആ നൈറ്റ് താഴേക്കിടെ. ഇതാ പതുക്കെ പതുക്കെ പതുക്കെ. കൊടി വിളക്ക് ഉണ്ടായിരുന്നല്ലോ അവിടെ. ഹരി ഓം ഹരി ഓം ഹരി ഓം ഹരി ഓം. ബിന്ദുമേ കപ്പ് സാമ്പ്രാണി. ഒരു മിനിറ്റ് കേട്ടോ. കപ്പ് സാമ്പ്രാണി ഒരു മിനിറ്റ്. വിളക്ക് വെക്കുന്നു. കപ്പ് സാമ്പ്രാണി ആ കുടത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കിട്ടിയോ? അവിടെ ഉണ്ടല്ലോ ചിരാഗ്. ഉണ്ട് 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 ഉണ്ട്. ഇതാ ഇതാ ഇവിടെ തന്നെ കത്തിച്ചോ. നാരായണ 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 നാരായണ. പതുക്കെ പതുക്കെ കൈ പൊള്ളരുത്. അങ്ങനെ കത്തും. കരങ്ങൾ നാൻകാൽ കാക്കും വിഷ്ണു പൊற்பாதம் ധ്യാനമേ. വ്യാസർ സുഖമുനി തന്തയുമാം മൈന്ദർ പരാചരമുനിയും സൈഡാണ് കത്തിക്കേണ്ടത്. സൈഡ് അവിടെ തന്നെ പിടിക്കേ. ആ തിരിയിൽ തന്നെ പിടിക്കും. ആ സൈഡ് ഒരു സൈഡ് കത്തിച്ചാ മതി. ഏതെങ്കിലും ഒരു സൈഡ് ആ അങ്ങനെ കത്തിച്ചാ മതി. ബാക്കി മൊത്തത്തിൽ കത്തിക്കോളൂ. ഓം നമോ വിഷ്ണവേ ശ്രീ വിഷ്ണുവേ. ശ്രീ വൈസമ്പായനർ ഉரைத்தார் தர்மம் தவறாத செல்வங்கள் வீடு பேரும் புண்ணியமுமே அடைந்திடல் தெரிந்த தர்மர் கேள்வி கேட்டார் ഭീഷ്മരെ. അങ്ങനെ പിടിക്ക് ബിന്ദുമേ. കുറച്ചു നേരം അതിന്റെ മേളില് തിരിയുടെ മേളിൽ അങ്ങനെ പിടിക്കൂ. അതെടുക്കാതെ അവിടെ തന്നെ പിടിച്ചോളൂ. സകല ധർമ്മത്തെ വിഞ്ചും ധർമ്മമാകും മന്ദിരം ഞാൻ എൻ സൊൽവേൻ ജന്മ സംസാര ബന്ധം വിട. ശ്രീ ഭീഷ്മർ ഉரைத்தார் ജഗന്നാഥൻ ദേവദേവൻ അനന്തൻ പുരുഷോത്തമൻ വിഷ്ണു നാമമായിരങ്ങൾ തുതിത്താൽ തുമ്പം ഇല്ലേ. ഇறைவன் அவனை தொழுதால் தியானம் என்றும் செய்வதால் வேண்டும் வரம் அவன் தருவான் துன்பங்கள் பறந்திடுமே. அனாதி அவனே விஷ்ணு அகில லோக தலைவனாம். அவனை என்றும் துதித்தாலே துன்பம் தொடராமல் ஓடிடும். பிரம்மத்தின் சர்வ தர்மத்தின் புகழெல்லாம் பெருக்கி அருள்பவன். അവിടെ വെച്ചാൽ പുറത്ത് വെക്കുക. അതിന്റെ എടുത്തോണ്ട് വെച്ചാൽ കത്തി പിടിക്കില്ലേ. താഴെ വെച്ചോളൂ. ചാരി വെക്കണ്ട. അയ്യോ അങ്ങനെയൊന്നും വെക്കണ്ട. ഇതുപോലെ വെക്കൂ. അത് ആ കഴിഞ്ഞു. അത് കത്തിക്കോളും. ലൈറ്റിയുടെ ബിന്ദു അമ്മ ഇതൊക്കെ ആദ്യമായിട്ട് ചെയ്യാണോ?
സൂപ്പർ സൂപ്പർ. ജോലി കഴിഞ്ഞ് എത്തിയതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ബാക്കി സ്റ്റാർട്ട് ചെയ്യാം. ഇനി 12ാമത്തെ ശ്ലോകമാണ്. യുക്ത കർമ്മഫലം ത്വക്ത ശാന്തിമാപ്നോതി നൈഷ്ഠികം അയുക്ത കാമകാരേണ ഫലേ സക്തോ നിബന്ധിതേ. വേണ്ട. അപ്പോൾ അതിലെന്താ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്ഥിരചിത്തനായ ഒരു ഭക്തൻ, അതായത് തമിഴ് സഹസ്രനാമം അതെപ്പോഴും രാവിലെയും വൈകിട്ടും അവിടെ വയ്ക്കും. സ്ഥിര ചിത്തനായൊരു ഭക്തൻ, അതായത് ചിത്തം എന്ന് പറഞ്ഞാൽ മനസ്സ്. അപ്പോൾ സ്ഥിരചിത്തനായൊരു ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്ക് അർപ്പിക്കുന്നത് കൊണ്ട്, സ്ഥിരചിത്തനായ ഒരു ഭക്തൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് എപ്പോഴും സ്റ്റേബിളായിരിക്കുന്ന ഒരാൾ. മനസ്സൊരിക്കലും നമുക്ക് ചാഞ്ചാടിക്കൊണ്ടിരിക്കരുത്. ഒരു കാര്യം ചെയ്യണ്ട എന്ന് ഉറപ്പിച്ചാൽ പിന്നെ അത് ചെയ്യാൻ പോവരുത്, അത് വിട്ടേക്കണം. ചെയ്യണോ വേണ്ടേ, ചെയ്യണോ വേണ്ടേ, ഈ ചിന്താഗതി പാടില്ല. ചെയ്യണ്ട, പോകണ്ട, പറയണ്ട എന്ന് വിചാരിച്ചാൽ അവിടെ സ്റ്റേബിളായി നിൽക്കണം. ഞാൻ കൃഷ്ണനെ ആരാധിക്കും എന്ന് പറഞ്ഞാൽ കൃഷ്ണനെ ആരാധിച്ചിരിക്കണം. ഞാൻ വെജിറ്റേറിയൻ ആവും എന്ന് മനസ്സിൽ ഉറപ്പിച്ചാൽ പിന്നെ വെജിറ്റേറിയനാണ്. പിന്നെ നമ്മൾ നേരെ നോൺ വെജ് കണ്ടാൽ ഞാനൊരു കാലത്ത് കഴിച്ചുകൊണ്ടിരുന്നതാ, ഈ ചിന്ത വേണ്ട. എന്തിനാ അങ്ങനെ ഒരു എന്താ പറയുക, ഒരു നഷ്ടബോധം നമുക്ക്? അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ മനസ്സാല വേണ്ടാന്ന് വെച്ചൊരു കാര്യം, അതിൽ നമ്മൾ സ്ട്രോങ് ആയി നിൽക്കുക. അപ്പോൾ ഇവിടെ പറയുന്ന സ്ഥിരചിത്തനായ ഭക്തൻ കർമ്മഫലങ്ങളെല്ലാം എനിക്ക് അർപ്പിക്കുന്നത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അതിൻ്റെ ഫലങ്ങളെല്ലാം അത് നമ്മൾ നേരെ ഭഗവാന് സമർപ്പിക്കുന്നത് കൊണ്ട് സമ്പൂർണ്ണ സമാധാനമാണ് നമുക്ക് ലഭിക്കുന്നത്. മനസ്സിലായില്ലേ? സമ്പൂർണ്ണ സമാധാനം, പൂർണ്ണമായിരിക്കുന്ന ഒരാശ്വാസമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്നാൽ ഈശ്വരനിൽ നിന്ന് വേർപെട്ടു നിൽക്കുന്നവൻ തൻ്റെ കർമ്മഫലങ്ങളിൽ അത്യാഗ്രഹിയായാൽ അതിൽപ്പെട്ട് വലയുന്നു. എല്ലാം നേടിയെടുത്തിട്ട് ഈശ്വരനിൽ നിന്ന് നമ്മൾ വേർപെട്ടാണ് നിൽക്കുന്നത് എങ്കിൽ നമ്മൾ പോലും അറിയില്ല അവൻ്റെ സമ്പത്ത് ഒരു വഴിക്ക് ഇങ്ങനെ ചോർന്നു പോകുന്നത്. കോടികളെ ബാങ്കിലുള്ളവൻ ഒരു 5000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ, ഒരു 5000 രൂപ ചിലവാക്കിയാൽ അവനൊന്നും തോന്നില്ല. കാരണം അവൻ്റെ ബാങ്കിൽ ഇനിയും കോടികളുണ്ട്. പക്ഷെ 5000 എന്നുള്ളത് 50,000 ആവും, 5 ലക്ഷമാവും, 5 കോടിയാവും. നിമിഷ നേരം കൊണ്ട് അതങ്ങ് തീരും. മനസ്സിലാവുന്നില്ലേ? ഏതെങ്കിലും ഒരു കാരണത്താൽ എന്തെങ്കിലും ഒരു സാഹചര്യം അതിന് വരും, അത് ഉറപ്പാണ്. അപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒന്നിലും അഹങ്കരിക്കരുത്. ഭഗവാൻ തരുന്ന ചെറിയൊരു കാരുണ്യമാണ് ഈ ജീവിതം. ആ ജീവിതത്തിൽ നല്ല മനസ്സുറപ്പോടെ എല്ലാം ഭഗവാന് സമർപ്പിച്ച് സന്തോഷമായിരിക്കുന്ന ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകണം. അല്ല എങ്കിൽ എന്താ സംഭവിക്കുക? അത്യാഗ്രഹം നമ്മളിൽ വന്നു പെടും. ഈ അത്യാഗ്രഹം നമ്മളിൽ വന്ന് പെട്ടുകഴിഞ്ഞാൽ സർവ്വതും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും. ഒന്നും നമുക്ക് പിന്നെ ഉണ്ടാവില്ല, എല്ലാം നഷ്ടപ്പെട്ടു പോകും. കൃഷ്ണാവബോധമുള്ളവനും ശാരീരിക ബോധമുള്ളവനും തമ്മിലുള്ള വ്യത്യാസതാണ്. കൃഷ്ണാവബോധമുള്ളൊരു വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മനസ്സോടെ, ഉറച്ച മനസ്സോടെ നമ്മൾ അങ്ങനെ ഇരിക്കും. ഒരു കാര്യത്തിലും നമ്മുടെ മനസ്സ് പതറിപ്പോവില്ല. പക്ഷെ ശരീരബോധമുള്ള മനസ്സ് എപ്പോഴും ഇങ്ങനെ ചഞ്ചലപ്പെട്ടുകൊണ്ടേയിരിക്കും. അവരെ ദുഃഖം ഒരിക്കലും കൈവിടില്ല. അവരെപ്പോഴും ടെൻഷൻ്റെ പാതയിലായിരിക്കും. അയ്യോ എനിക്കത് ശരിയായില്ല, എനിക്കിത് ശരിയായില്ല, അത് കിട്ടിയില്ല, ഇത് കിട്ടിയില്ല, അവിടെ പോയില്ല, ഇവിടെ പോയില്ല. ഇങ്ങനെ പരാതികളുടെ ഒരു കൂമ്പാരമായിരിക്കും ശരീരബോധമുള്ള ഒരാളുടെ മനസ്സെന്ന് പറയുന്നത്. ഇതാണ് കൃഷ്ണാവബോധമുള്ള ഒരാളും ശരീരബോധമുള്ള ഒരാളും തമ്മിലുള്ള വ്യത്യാസം. കൃഷ്ണാവബോധമുള്ള ഒരാൾക്ക് ഒന്നും പറയാനുമില്ല, ചോദിക്കാനുമില്ല, ഒരു പ്രയാസങ്ങളും ഇല്ല. എന്ത് സംഭവിച്ചാലും അത് ഭഗവാന്റെ തീരുമാനമാണ്, അതിൻ്റെ അപ്പുറത്തേക്കൊന്നുമില്ല. ശരീരബോധമുള്ള ഒരാൾക്കോ പ്രശ്നങ്ങൾ തീർന്നിട്ടൊരു നേരം ഉണ്ടാവില്ല. ഒരാൾ കൃഷ്ണനിൽ ആസക്തനും മറ്റേയാൾ കർമ്മഫലങ്ങളിലും ആസക്തനുമാണ്. ഒരാൾ കൃഷ്ണനിൽ ആസക്തനാണ്, തുറന്നു വെച്ചോളൂ. കാരണം എന്താ? കൃഷ്ണനിൽ ആസക്തമായി കഴിഞ്ഞാൽ പിന്നെ മാങ്ങ വീഴും. എന്ത് നടന്നാലെന്താ, എന്ത് കിട്ടിയാലെന്താ, എന്ത് പോയാലെന്താ. ശരീരബോധമുള്ള ഒരാളോ, അയ്യോ നാളെ എന്താവും, ഇന്നെന്താവും, മറ്റന്നാൾ എന്താവും, ഇപ്പം എന്താവും, അടുത്തത് എങ്ങനെ കിട്ടും, ഇതെങ്ങനെ ശരിയാവും, ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ മൈൻഡ് അപ്സെറ്റായി എവിടെയെങ്കിലും ശരീരം തളർന്ന് അവിടെ കിടക്കും, എവിടെ എത്തില്ല. എല്ലാം ശരിയാവാൻ ഒരു ജന്മം വീണ്ടും എടുക്കേണ്ടി വരും. കൃഷ്ണനിൽ ആസക്തനും കൃഷ്ണന് വേണ്ടി പ്രവർത്തിക്കുന്നവനുമായ വ്യക്തി തികച്ചും കർമ്മഫലത്തിൽ ഉത്കണ്ഠ മനോഭാവം ഉണ്ടാവില്ല. എന്ത് നടന്നാലും എന്ത് നടന്നില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, ഭഗവാന്റെ തീരുമാനമാണ്. നമ്മൾ ശ്രമിക്കും, ഭഗവാൻ തരണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ഭഗവാൻ തരും. ഭഗവാൻ വിചാരിക്കുകയാണ്, പ്രസന്ന രാധാകൃഷ്ണൻ, പ്രസന്നയ്ക്ക് ഒരു കാര്യം ചെയ്യാം, നല്ല ഭക്തി കൊടുക്കാം,
എന്ന് ഭഗവാൻ വിചാരിച്ചാൽ പ്രസന്ന എന്ന് പറയുന്ന വ്യക്തി വിളക്ക് വെച്ചാലും വെളിച്ചില്ലെങ്കിൽ ഭഗവാൻ കൂടെ ഉണ്ടാവും. ഇപ്പൊ പ്രസന്ന മാതാജിക്ക് ഭഗവാൻ വിചാരിക്കുകയാണ്, ഓക്കെ ഒരു കൊട്ടാരം അങ്ങ് കൊടുത്തേക്കാം. ഭഗവാൻ കൊടുക്കണമെന്ന് വിചാരിച്ചാൽ ആരെതിർത്താലും അത് നടക്കാതിരിക്കില്ല, അത് കൊടുത്തിരിക്കും. എന്നാൽ കൊട്ടാരവും ഇല്ല, കുടിലും ഇല്ല, പ്രസന്ന തെരുവിൽ കിടക്കണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ആര് കോടികൾ കൊണ്ടു കൊടുത്താലും പ്രസന്നയുടെ കയ്യിൽ നിൽക്കില്ല, അത് കയ്യിൽ നിന്ന് പോകും. ആരെങ്കിലും കട്ടെങ്കിലും കൊണ്ടുപോകും. നമ്മൾ എങ്ങനെ നിന്നിട്ടും കാര്യമില്ല. അതാണല്ലോ പരീക്ഷിത് മഹാരാജാവിന്റെ ജീവിതം എന്ന് പറയുന്നത്. ഭഗവാൻ ഒരു കാര്യം വിചാരിച്ചാൽ അത് ഭഗവാൻ നടത്തിയിരിക്കും. അതിന് ഓരോരോ വ്യക്തികൾ നിമിത്തമാവും, അത് ഉറപ്പാ. രണ്ടുപേർ ഒരുമിച്ച് നിൽക്കണം എന്ന് ഭഗവാൻ വിചാരിച്ചാൽ അവരെ ആർക്കും വേർപെടുത്താൻ കഴിയില്ല. രണ്ടുപേർ അകലണം എന്ന് ഭഗവാൻ വിചാരിച്ചാൽ അത് എത്ര വലിയ ആത്മബന്ധമായാലും അകലും. ഒരാൾക്ക് എന്തെല്ലാം അസുഖം വന്നാലും ആ വ്യക്തി എഴുന്നേൽക്കണം എന്ന് ഭഗവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിയെ ഒരു രോഗത്തിനും തളർത്താൻ കഴിയില്ല. ആ വ്യക്തി എഴുന്നേറ്റിരിക്കും, ഉറപ്പാ. ഒരു വ്യക്തിക്ക് സർവ്വസമ്പത്തുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്. ഭഗവാൻ വിചാരിക്കാണ് വേണ്ട അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ മനസ്സ് തളർന്നിട്ടെങ്കിൽ ആ വ്യക്തി അവിടെ കിടക്കും. അതാണ് ഭഗവാന്റെ ലീലകൾ. അതങ്ങനെയാണ്. അത് നമുക്കൊരിക്കലും തിരുത്താൻ കഴിയില്ല. പരമസത്യം എന്തെന്നറിയാതെ പ്രവർത്തിക്കുന്നതാണ് ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠതയ്ക്ക് കാരണമെന്ന് ഭാഗവതം പ്രസ്താവിക്കുന്നു. പരമസത്യം അതെന്താണ്? ഭഗവാൻ കൃഷ്ണൻ. ആ കൃഷ്ണൻ എന്താണെന്നറിയാതെയാണ് പലരും പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മുടെ ഉത്കണ്ഠയ്ക്ക് കാരണം, ആദിക്കും വ്യാധിക്കും കാരണം. ആ ഒരു പരമസത്യം എന്താണെന്നറിയാത്തത് കൊണ്ടാണ്. ഇന്ന് നേരം വെളുക്കുന്നു, വിളക്ക് വെക്കുന്നു, പ്രാർത്ഥിക്കുന്നു, ജപിക്കുന്നു, ജോലി ചെയ്യുന്നു, തിരിച്ചു വരുന്നു, കളിക്കുന്നു, ചിരിക്കുന്നു, കിടന്നുറങ്ങുന്നു. നാളെ എന്തെന്നുള്ള ചോദിച്ചാൽ എന്തിനാ ഈ ആലോചിക്കണത്? ഇപ്പൊ നമ്മൾ തിരുപ്പതി യാത്ര പോകാൻ വേണ്ടി നമ്മൾ ബുക്ക് ചെയ്തു. മെയ് 1 തീയതിക്ക് പോകാന്നാ വിചാരിച്ചത്. ബാലാജി വിചാരിക്കണം മെയ് 1 നമ്മൾ അവിടെ എത്താന്നുള്ളത്. പൊന്ന് ബീന മാതാജി, മാതാജിയേക്കാൾ ബുദ്ധിമുട്ടുണ്ട് എനിക്ക് ഈ മെസ്സേജ് ഇങ്ങനെ കാണുമ്പോൾ. മാതാജി 1000, 1500, 2000 മെസ്സേജാണ് ഈ കിടക്കുന്നത്. ഞാൻ എത്ര സമയം കൊണ്ട് നോക്കി തീർക്കും? മാതാജി ഒന്ന് ക്ഷമിക്കൂ, ഞാൻ നോക്കാം. എനിക്കിത് എപ്പോഴും ഇങ്ങനെ മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കാൻ കഴിയില്ല മാതാജി. ഞാൻ ഇവിടെ ഒരു ജോലിക്കാണ് എൻ്റെ കേരളം വിട്ട് ഞാൻ ഈ നാട്ടിൽ നിൽക്കുന്നത്. ആ ജോലി കഴിഞ്ഞ് വന്ന് കിട്ടുന്ന സമയം കഴിഞ്ഞ് ഭക്ഷണം ഉണ്ടാക്കണം, ഭഗവാന്റെ പൂജയാണ്. ഓരോരുത്തരും ഭഗവാനോട് പ്രാർത്ഥിക്കാൻ ഓരോ കാര്യങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ട്. അത് പൂജ ചെയ്ത് പ്രാർത്ഥിച്ച് എൻ്റെ വസ്ത്രങ്ങൾ വരെ കഴുകി വീട്ടിലേക്കുള്ള സാധനങ്ങളും വാങ്ങി വെച്ച് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് വേണം മാതാജി ഞാൻ അടുത്ത ജോലിക്ക് പോകാൻ. അതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്ന 1 മണിക്കൂർ 2 മണിക്കൂറാണ് ഈ മെസ്സേജ് നോക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് ഒരു 10,000 കോൾസ് അറ്റൻഡ് ചെയ്യുന്നു. ദിവ്യ മാതാജിയോട് ചോദിച്ചാൽ അറിയാം ഒരു ദിവസം എനിക്കിവിടെ എങ്ങനെയാണ് കഴിഞ്ഞു പോണേന്ന്. കുറച്ച് മെസ്സേജ് നോക്കാൻ പറ്റും മാതാജി. അത് നോക്കി നോക്കി വരുമ്പോൾ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും. ഇനിയിപ്പോൾ നാളെ ഉച്ചയ്ക്ക് 12:30 മണിക്ക് ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങും. കാരണം എനിക്ക് നാളെ തിരുപ്പതി എത്തണം, ആന്ധ്രയിലേക്ക് എത്തണം. അതിന് ഇന്നാണ് റൂംസും കാര്യങ്ങളെല്ലാം അവിടെ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങളുണ്ട് മാതാജി. ഒരാളുടെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ ആരുടെ മെസ്സേജിനും ഒരു സ്പെഷ്യലൈസ് ചെയ്തൊരു ടൈം കൊടുക്കില്ല. എല്ലാവരുടെയും നോക്കും, അതിന് സമയം തരൂ. നോക്കൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ അതേ വിഷമങ്ങളൊക്കെ ഞാനും എൻ്റെ കുടുംബജീവിതത്തിൽ അനുഭവിക്കുന്നുണ്ടേ. നിങ്ങൾ അനുഭവിക്കുന്നതെല്ലാം ഞാനും അനുഭവിക്കുന്നുണ്ട്. ഞാൻ മാത്രം ഫ്രീ ആയിരിക്കുന്ന ഒരാളല്ല. പക്ഷെ ഞാൻ അതിലൊന്നും കോൺസെൻട്രേറ്റ് ചെയ്യാറില്ല, മൈൻഡ് കൊടുക്കാറില്ല. കാരണം എന്താ? ഞാൻ കർമ്മഫലങ്ങൾ അനുഭവിക്കാൻ ഭഗവാൻ എന്നെ വിട്ടിട്ടുണ്ടെങ്കിൽ ഞാനത് അനുഭവിക്കും. അതുകൊണ്ട് ഓരോരുത്തരായിട്ട് ഞാൻ നോക്കിക്കോളാം. ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള മെസ്സേജുകൾ ദയവായി ഇടരുത് പ്ലീസ്. ഇതെൻ്റെ ഒരു ഹമ്പിൾ റിക്വസ്റ്റാണ്. ഈ മെസ്സേജ് നോക്കൂ എന്നും പറഞ്ഞുകൊണ്ട് ക്ലാസ്സിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിനത് ബുദ്ധിമുട്ടാണ്. എനിക്ക് ക്ലാസ് എടുക്കാനേ ഇൻട്രസ്റ്റ് ഇല്ലാതെ പോകും. ദൈവത്തോർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടാതിരിക്കും. വാട്സപ്പിലേക്ക് ഇടൂ, ഞാൻ സമയം പോലെ നോക്കിക്കോളാം. അത് വീട്ടിലിരിക്കുമ്പോഴേ നോക്കാൻ പറ്റൂ. യാത്രയിലൊന്നും നിങ്ങളുടെ മെസ്സേജ് നോക്കാൻ കഴിയില്ല. അഡ്രസ്സുകൾ എഴുതിയെടുക്കണ്ടേ, ഹാരം ചാർത്തുന്ന ഡേറ്റ് എഴുതിയെടുക്കണ്ടേ. ഒരു യാത്രയിലൊക്കെ ഇരുന്നുകൊണ്ട് ഞാൻ എങ്ങനെ മെസ്സേജ് നോക്കും? വീട്ടിലിരിക്കാൻ കിട്ടുന്ന സമയം തന്നെ വളരെ ചുരുക്കമാണ്. സമാധാനിക്കൂ, നോക്കാം. ഇതെല്ലാ ക്ലാസ്സിലും പറയുന്ന കാര്യമല്ലേ എൻ്റെ പൊന്നു മാതാജി. ഒന്ന് സമാധാനിക്കൂ. കിടന്നിങ്ങനെ ടെൻഷൻ ആകാതെ ഞാൻ നോക്കാം. നിങ്ങൾക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ് പറഞ്ഞിട്ടിരിക്കുന്നത്, നോക്കാം, സമാധാനിക്കേ. അപ്പോൾ നമ്മൾ ഭഗവാൻ വിചാരിക്കണം. ഭഗവാന്റെ സന്നിധിയിൽ നമ്മൾ എത്തുന്ന ഒരു സമയം അല്ലേ, നിർബന്ധമായിട്ടും ഭഗവാൻ വിചാരിക്കണം, അല്ലാണ്ട് നമ്മൾ എത്തില്ല. നമ്മൾ എത്ര തന്നെ കിടന്ന് വാശി പിടിച്ചിട്ടും, എത്ര തന്നെ കിടന്ന് നമ്മൾ ബഹളം കൂട്ടിയിട്ടും, നമ്മൾ എത്ര ചാടി ഇറങ്ങിയിട്ടും, കോടികൾ കൊണ്ടുപോയി നമ്മൾ മുമ്പിൽ വെച്ചാലും ഈശ്വരൻ വിചാരിക്കാതെ ഒരു ഇല ഈ ഭൂമിയിൽ അനങ്ങില്ല. അതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഭഗവാൻ വിചാരിക്കാതെ ഒരു ഇല അനങ്ങില്ല എന്നുള്ളതാണ് വാസ്തവം. അനക്കാൻ സാധിക്കില്ല നമ്മളെ കൊണ്ട്. അതുകൊണ്ട് കർമ്മഫലങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ ഓവർ കോൺഷ്യസ് ആവരുത്. മനസ്സും ശരീരവും എല്ലാം ഒരുപോലെ തളർന്നു പോകും.
എല്ലാ കർമ്മഫലങ്ങളും അനുഭവിച്ച് നമുക്ക് ഭഗവാൻ ഒരു സമയം തരും, നമുക്ക് ഒരു സമാധാനം നമുക്ക് ജീവിതത്തിൽ തരും. അതിനു വേണ്ടി നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ആരൊക്കെ നമ്മളെ വിട്ടിട്ട് പോയാലും നമ്മൾ അതിൽ തളരാൻ പാടില്ല. നമ്മൾ സ്ട്രോങ് ആയി അതിനോട് പൊരുതണം. കരഞ്ഞ് കഴിക്കാതെ കുടിക്കാതെ ഒറ്റയ്ക്കായി എന്നുള്ള തോന്നലോടുകൂടി ആരും എവിടെയും ഇരിക്കേണ്ട. ഉണർന്ന് പ്രവർത്തിക്കാൻ ഭഗവാൻ തരുന്ന അവസരങ്ങളാണ് ഇതൊക്കെ. ഈ അവസരങ്ങളെ നമ്മൾ വിനിയോഗിക്കാൻ പഠിക്കണം, ക്ഷമയോടെ വിനിയോഗിക്കാൻ പഠിക്കണം. മനസ്സിലായില്ലേ? അയാൾക്ക് കർമ്മഫലത്തിൽ ഉത്കണ്ഠയില്ല. കാരണം എന്താ? എന്തനുഭവിച്ചാലും അത് ഭഗവാന്റെ തീരുമാനമാണ്. ഭഗവാന്റെ തീരുമാനം എന്താ പറയാ, ഭഗവാന്റെ തീരുമാനം നടപ്പിലാക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. താങ്ക്സ് മോനപ്പൻ പ്രഭു. ഭഗവാന്റെ തീരുമാനങ്ങൾ നടപ്പിലാക്കാനാണ് നമ്മളെല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത്. അല്ലാതെ നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കാനല്ല വന്നിരിക്കുന്നത്. അത് നമ്മൾ ചിന്തിക്കണം. ദ്വന്ദ്ഭാവനയോടെ, അതായത് രണ്ട് മനസ്സോടെ പരമസത്യം എന്തെന്നറിയാതെ പ്രവർത്തിക്കുന്നതാണ് ഫലത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠയ്ക്ക് ഭാഗവതം എന്ന്. രണ്ട് മനസ്സുണ്ടാവരുത് കൃഷ്ണാവബോധത്തിൽ. ഇത്രത്തോളം ഞാൻ കൃഷ്ണനെ വിളിക്കുന്നു, എനിക്ക് ഒന്നും കിട്ടുന്നില്ല, എനിക്ക് പ്രശ്നങ്ങൾ തന്നെ. എന്തുകൊണ്ട്? ഈ പ്രശ്നങ്ങൾക്ക് വഴിയൊരുക്കിയത് നമ്മളുടെ ആത്മാവ് തന്നെയാണ്. നമ്മുടെ ആത്മാവ് കഴിഞ്ഞ ജന്മം സ്വീകരിച്ച ശരീരം തന്നെയാണ് ഈ ജന്മത്തിൽ നമ്മൾ ഇത്രയും പ്രശ്നങ്ങൾ വരുത്തി വെച്ചത്, അല്ലെ? ഇനിയെങ്കിലും നമ്മൾ ഈ പ്രശ്നങ്ങളൊന്നും വരുത്തി വെക്കാൻ പാടില്ല. ഒരാളും ഒരാളെ കുറിച്ചും നെഗറ്റീവായി സംസാരിക്കരുത്. ആരും നമ്മൾ കാരണം വേദനിക്കരുത്. ആരും നമ്മൾ കാരണം വിശന്ന് കിടക്കരുത്. ആരും നമ്മൾ കാരണം കരയരുത്. ഒരാളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയരുത്. എത്ര സമാധാനം ഉണ്ടാവും എന്നറിയാം ലൈഫ്. ഭയങ്കര ആശ്വാസം ഉണ്ടാവും. എപ്പോഴും നമ്മുടെ മക്കളൊക്കെ നമ്മളോട് എന്തെങ്കിലും പറഞ്ഞാൽ നമുക്ക് താങ്ങാൻ പറ്റൂല. ഒരമ്മ എന്ന നിലയ്ക്ക്, ഒരു അച്ഛൻ എന്ന നിലയ്ക്ക് തകർന്നു പോകും നമ്മൾ. അപ്പോഴും നമ്മൾ എന്താ ചെയ്യണം? നീ ആരാടാ എന്നോടത് പറയാൻ എന്നും പറഞ്ഞ് കൈപൊക്കിയിട്ട് കാര്യമില്ല. ഇത് കേൾക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണേ. ആ ബാധ്യസ്ഥരായത് കൊണ്ടാണ് നമ്മളത് കേൾക്കുന്നത്. നമ്മൾ അവരെ ശപിക്കും വേണ്ട, അവരെ വെറുക്കും വേണ്ട, അവരെ ദ്രോഹിക്കും വേണ്ട, ഒന്നും ചെയ്യണ്ട. മിണ്ടാണ്ടിരിക്കുക, മിണ്ടാതെ അവിടെ ഇരിക്കുക. നമ്മൾ അനുഭവിച്ചു, നമ്മളെ ഹൃദയം പിടഞ്ഞു, അത് നമ്മളോട് കൂടി ഇരിക്കട്ടെന്നേ. നമ്മളൊരാളെയും വെറുക്കണ്ട. ഞാൻ അങ്ങനെയാണ്, ഒരാളെയും വെറുക്കാൻ പോണ്ട. ചെയ്തതും ചെയ്യാത്തതുമായ പല അപരാധങ്ങളും നമ്മുടെ തലയിൽ കെട്ടിവെക്കപ്പെടും. നിശബ്ദമായി അതിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിക്കുക. ആ നിശബ്ദതയാണ് കൃഷ്ണാവബോധം എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ശ്രീകൃഷ്ണ ഭഗവാനാണ് പരമമായിരിക്കുന്ന സത്യം. അതിനേക്കാൾ വലിയൊരു സത്യമില്ല. കൃഷ്ണാവബോധത്തിൽ ദ്വന്ദ്മില്ല, ഇരട്ടക്കളിയില്ല. കൃഷ്ണാവബോധത്തിൽ ഒറ്റ വഴി, നേരെ വാ നേരെ പോ. അതിൻ്റെ അപ്പുറത്തേക്കൊരു കളി കൃഷ്ണാവബോധത്തിലില്ല. ഉള്ളതെല്ലാം കൃഷ്ണശക്തിയുടെ ഉൽപ്പന്നങ്ങളാണ്. ഈ ലോകത്ത് എന്തെല്ലാണ്ട് അതെല്ലാം കൃഷ്ണശക്തിയുടെ, ഭഗവാന്റെ ശക്തിയുടെ എന്താ പറയുക, ആൻസറുകളാണ്. തുളസി ആയാലും തെച്ചിപ്പൂ ആയാലും റോസാച്ചെടി ആയാലും മുല്ല ആയാലും അരളി ആയാലും എന്തായാലും ഉറുമ്പായാലും ആനയായാലും കുതിരയായാലും മനുഷ്യനായാലും എല്ലാം ഭഗവാന്റെ ശക്തിയുടെ ഭാഗങ്ങളാണ്. എല്ലാത്തിലും കൃഷ്ണനെ കാണാൻ പഠിക്കണം. കൃഷ്ണനെ കാണാൻ പഠിച്ചാൽ പിന്നെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു നിമിഷം വാങ്ങേ, ഞാൻ റെഡി ആയിട്ട്, എല്ലാവരും റെഡി ആയിട്ട്. ഇത് മഹേശ്വരി ചേച്ചി. എന്താണ് മഹേശ്വരി ചേച്ചി? உங்களுக்கு தான் ஜூஸ் போட்டு வச்சிருக்கேன், வாங்க. இந்தா, கூலிங்கா இருக்கு. വെൽക്കം. എല്ലാരും റെഡിയായി. നമ്മള് നല്ല കാര്യം ചെയ്തിട്ട് നമ്മളെ ആരും സ്വീകരിച്ചില്ലേ കുഴപ്പമില്ല മാതാജി, അവരോട് അവിടെ പോയി ഇരിക്കാൻ പറയും. നമ്മൾ എന്തിനാ അതിലൊക്കെ ടെൻഷൻ ആവണം? പോകാൻ പറയണം. ഞാൻ അങ്ങനെയാണ്. നമ്മൾ ചെയ്യുന്ന നല്ല കാര്യത്തിന്റെ പ്രവൃത്തിയുടെ ഫലം അവർ നാളെ എങ്കിൽ മറ്റന്നാൾ ചിന്തിക്കും. അതുവരെ നമ്മൾ മിണ്ടാണ്ടിരിക്കണം. മക്കളായാലും ശരി, ആരായാലും ശരി, ഭർത്താവായാലും ശരി, സഹോദരങ്ങളായാലും ശരി, ആരായാലും ശരി. എൻ്റെ സഹോദരനൊക്കെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിക്കൂ. അല്ല നമ്പളി നീ എവിടെയാണ്, കുളിച്ചോ കഴിച്ചോ കുടിച്ചോ എന്ന് പോലും ചിന്തിക്കാറില്ല. കൊറോണ വന്നിട്ട് പോലെടി നീ സേഫ് ആണെന്ന് ഒരു വാക്ക് പോലും ചോദിച്ചില്ല. പക്ഷെ അവൻ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ അമ്പിളി കുട്ടികളുടെ ഇങ്ങനെ ഒരു ആവശ്യമുണ്ട് എന്നും പറഞ്ഞ് വിളിക്കും. പക്ഷെ ഞാൻ വെറുക്കില്ലല്ലോ. എന്തിനാ വെറുക്കണം? എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ ജനിച്ചാൽ അവൻ്റെ ആറ്റിറ്റ്യൂഡ് അതാണ്, അവൻ്റെ ക്യാരക്ടർ അതാണ്. നമ്മൾ എന്തിനു വെറുക്കണം? എന്തിനു വെറുക്കണം? പക്ഷെ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ അവൻ ഇവിടെ എടുത്തു വെക്കും. എനിക്കതിൽ പ്രശ്നമില്ല. കാരണം എന്താ? ഹാപ്പി, അങ്ങനെ ഇരിക്കട്ടെ.
നമ്മളായി നമ്മുടെ കാര്യങ്ങളായി. നമുക്ക് ആരെങ്കിലുമൊക്കെ വെറുക്കാൻ പറ്റൂ? നമ്മൾ മിണ്ടാണ്ടിരിക്കുക, നമ്മൾ നമ്മുടെ കാര്യത്തിൽ ഹാപ്പിയാണ്. അങ്ങനെ നമ്മൾ ഇൻഡിവിജ്വൽ സന്തോഷം കണ്ടെത്തുക മാതാജി, സ്വകാര്യ സന്തോഷമായിട്ട് നമ്മൾ മുന്നോട്ട് പോവുക. നമ്മൾ ആരിലും ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. ഓക്കെ, കൃഷ്ണൻ സർവ്വമംഗളകാരിയാണ്. ആ നിലയിൽ കൃഷ്ണാവബോധ പ്രവർത്തനങ്ങളൊക്കെ നിക്ഷേപ തലത്തിലാണ്. നമ്മൾ കൃഷ്ണനെ സ്നേഹിച്ചാൽ അതൊരു ഫിക്സഡ് ഡെപ്പോസിറ്റാ. ആ ഫിക്സഡ് ഡെപ്പോസിറ്റ് അവിടെ കിടന്നോളും. അതീന്ദ്രിയങ്ങളാകയാൽ അവയ്ക്ക് ഭൗതിക ഫലങ്ങളില്ല. ഭഗവാൻ എന്നെ അങ്ങ് എന്താ പറയാ, തെറ്റാണ് സതി മാതാജി, തെറ്റിദ്ധരിച്ചതല്ല, ഞാൻ ശരിയായ ധാരണയിലാണ് പറഞ്ഞത്. ഒരിക്കലും മാതാജി സുരേഷ് ഗോപി ചേട്ടനായാലും ശരി, എന്താ പറയുക, ആരായാലും ശരി, ഏത് വലിയ ഉയർന്ന വ്യക്തിത്വങ്ങളാണെങ്കിലും ശരി, അദ്ദേഹവും ഒരു ജീവാത്മാവാണ്. അദ്ദേഹം നല്ലൊരു പദവിയിൽ നിന്നെത്തി നല്ല കാര്യങ്ങൾ ഒരുപാട് ചെയ്യുന്ന മാനുഷിക പരിഗണനയുള്ള ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കട്ടെ, ഒരുപാട് ഉയരത്തിലെത്താൻ സാധിക്കട്ടെ. നമ്മളെല്ലാവരും അദ്ദേഹത്തിന് നല്ല പൊസിഷൻ കിട്ടിയതിൽ സന്തോഷിക്കുന്നു, അംഗീകരിക്കുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ അപ്പോത്തിഗിരി പടം ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നല്ല വ്യക്തിയാണ്, നല്ല മനുഷ്യനാണ്. അതുപോലെ എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരും, അവരിലെല്ലാം ഓരോ നന്മയുണ്ട്. നമ്മളെല്ലാവരുടെയും നെഗറ്റീവ് സൈഡ് മാത്രം നോക്കി പോകണമെങ്കിൽ നെഗറ്റീവ് മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മുടെ പേജിൽ അങ്ങനെയുള്ള ടോക്സ് ഒന്നും വേണ്ട. അത് ഒരാളുടെയും ഈവൻ എന്താ പറയുക, സഖാവ് EK നായനാർ സാറിൻ്റെ ആണെങ്കിലും ആരുടെ പേരാണെങ്കിലും ശരി, മോദിജിയുടെ പേരാണെങ്കിലും ശരി, ആരുടെ പേരും നമ്മുടെ പേജിൽ വലിച്ചിഴക്കേണ്ട. അത് വേറൊരു ഡിപ്പാർട്ട്മെൻ്റാണ്, അവരവിടെ ജീവിക്കട്ടെ. എന്തിനാ നമ്മൾ അത്രയും ഉയർന്ന പേഴ്സൺസിൻ്റെ ലൈഫ് നോക്കുന്നത്? നമ്മുടെ ഈ ഗ്രൂപ്പിലുണ്ടല്ലോ നല്ല നല്ല എത്രയോ അച്ഛനമ്മമാരെയും ഗുരുജനങ്ങളെയും ബഹുമാനിക്കുന്ന വ്യക്തികൾ. നമ്മൾ നമ്മുടെ ഗ്രൂപ്പിൻ്റെ നമ്മുടെ ഉള്ളിൽ മാത്രം, നമ്മൾ പുറത്തുള്ള ഒരു കാര്യങ്ങളും നമ്മൾ കൊണ്ടുവരണ്ട കേട്ടോ. ശരിയായ രീതിക്ക് തന്നെ പറഞ്ഞത്. കൃഷ്ണാവബോധം മനുഷ്യന് പൂർണ്ണ ശാന്തി നൽകുന്നു. നല്ല പൂർണ്ണമായ ശാന്തിയും സമാധാനവും കൃഷ്ണാവബോധം നമുക്ക് നൽകും. മനസ്സിലായില്ലേ? കൃഷ്ണൻ നൽകും. ആ ശാന്തിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. ഇന്ദ്രിയ സുഖപൂർത്തിക്ക് വേണ്ടി ലാഭചിന്തയിൽ അകപ്പെട്ടിരിക്കുന്ന ഒരാൾക്ക് ആ ശാന്തി ലഭിക്കില്ല. ഇന്ദ്രിയ ചിന്തയിലാണ് നമ്മുടെ മനസ്സെങ്കിൽ ഒരിക്കലും ശാന്തി ലഭിക്കില്ല, ഒരിക്കലും കിട്ടില്ല. കൃഷ്ണനൊഴികെ മറ്റൊന്നിനും നിലനിൽപ്പില്ല എന്നുള്ള സത്യം നമ്മൾ മനസ്സിലാക്കിയാൽ ശാന്തിയും ഭയമില്ലാത്ത അവസ്ഥയിലേക്ക് നമ്മൾ ഉയരും. ഇതാണ് കൃഷ്ണാവബോധത്തിൻ്റെ രഹസ്യം. കൃഷ്ണൻ മാത്രമാണ് ശാശ്വതം എന്ന് തിരിച്ചറിഞ്ഞാൽ നമുക്ക് ഭയം ഉണ്ടാവില്ല, നമുക്ക് അശാന്തി ഉണ്ടാവില്ല. സമാധാനം, ശാന്തി, സുഖം, സുഖകരം, ആനന്ദം എല്ലാം ലഭിക്കും. നമ്മളുടെ പേജിൽ കൃഷ്ണൻ മതി, നമ്മളുടെ പേജിൽ മറ്റൊന്നും വേണ്ട. നമ്മൾ ഒരു മതങ്ങളെയും അവഹേളിക്കില്ല, ഒരു മതങ്ങളെയും നമ്മൾ അധപ്പതിച്ച് സംസാരിക്കില്ല, ഒരു രാഷ്ട്രീയ പ്രവർത്തകരെയും നമ്മൾ പൊക്കിപ്പിടിച്ചും താഴ്ത്തിക്കെട്ടിയും സംസാരിക്കില്ല. ലാലി മാതാജി പറഞ്ഞതുപോലെ ഒറ്റ വേട്, ജയ് ശ്രീ രാധേ രാധേ, അത്രയേ ഉള്ളൂ. ബാക്കി എല്ലാവരും വ്യക്തികളാണ്. എനിക്കൊരു രാഷ്ട്രീയം ഉണ്ടാവാം, നിങ്ങൾക്കൊരു രാഷ്ട്രീയം ഉണ്ടാവാം. അതെല്ലാം നമ്മുടെ സ്വകാര്യതകളാണ്. കൃഷ്ണാവബോധം എന്ന് പറയുന്ന ഈ പേജിലേക്ക് അത് കൊണ്ടുവരണ്ട. അതാരായാലും ഇന്ന് BJP ജയിക്കാം, നാളെ കമ്മ്യൂണിസ്റ്റ് ജയിക്കാം, മറ്റന്നാൾ കോൺഗ്രസ് ജയിക്കാം, വീണ്ടും BJP ജയിക്കാം, വീണ്ടും കമ്മ്യൂണിസ്റ്റ് ജയിക്കാം. ഇതെല്ലാം മാറി മാറി വരും. നമ്മൾ ഇതിലൊന്നും കൂടുതൽ ശ്രദ്ധ ചെലുത്തണ്ട. അതാത് വ്യക്തികൾ ജയിക്കണം എന്നുള്ളത് ഭഗവാൻ നേരത്തെ എഴുതി വെച്ചിട്ടുണ്ടാവാം. അവർ ജയിച്ചാൽ അവർ ഭരിച്ചാൽ അടുത്തത് ആരാണോ അവർ വരട്ടെ, ഇല്ലെങ്കിൽ ഇവർ വരട്ടെ, അങ്ങനെ ഓരോരുത്തർ വരട്ടെ. നമ്മൾ അങ്ങനെയുള്ള ടോക്സ് ഒന്നും ഇവിടെ എടുക്കണ്ട. അതാരായാലും എല്ലാവരിലും നന്മയുണ്ട്, ശാന്തിയുണ്ട്, സമാധാനമുണ്ട്. അതിനെ മുന്നോട്ട് കൊണ്ടുപോവുക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഇനി നമുക്ക് രാത്രി 8:30 മണിയുടെ ക്ലാസ്സിൽ കാണാം. ചിലപ്പോൾ 9 മണിയാവും, ഒന്നും വിചാരിക്കേണ്ട. ഓക്കെ, ചിലപ്പോൾ അതിൻ്റെ മുൻപേ 8 മണിയാകുമ്പോഴേക്കും എത്തും. അപ്പോൾ ഞാൻ പോയിട്ട് വരാം. ഞങ്ങളിവിടെ നിന്നാണ് സംസാരിക്കാറ്. കണ്ടോ കഥ പറയണം. അപ്പം ഞങ്ങൾ 3 പേരൊന്ന് പോയിട്ട് വരാം, പുറത്ത് പോയിട്ട് വരാം വേഗം. അതെ, നമ്മൾ കൃഷ്ണൻ്റെ പാർട്ടി. അപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വരാം. എന്തുണ്ടെങ്കിലും എല്ലാവരും മെസ്സേജ് അയച്ചിട്ടോളൂ. മഞ്ജരീസിൻ്റെ ഫോൺ ഞാൻ കൊണ്ടുപോകാൻ ചാൻസ് കുറവാണ്. മെസ്സേജ് അയച്ചിട്ടോളൂ, നമുക്ക് വന്നിട്ട് കാണാം. ഓക്കെ, ഒരു 1 അവർ കൊണ്ട് മാക്സിമം എത്താൻ ശ്രമിക്കാം. ഹരേ കൃഷ്ണ, സർവം കൃഷ്ണാർപ്പണമസ്തു. പ്രഭുപാദ് കി ജയ്, ഗുരു മഹാരാജ് കി ജയ്, രാധാ ഭവന പരിവേഷൻ കി ജയ്. മാക്സിമം എല്ലാവരും ലൈവ് ഷെയർ ചെയ്യൂ കേട്ടോ. വന്നിട്ട് മഹാഭാരതത്തിൽ കാണാം. ഹരേ കൃഷ്ണ.